രക്തമില്ലാത്ത മനുഷ്യർ. അധ്യായം 18. അടിയേറ്റ് തലപൊട്ടി ബാലചന്ദ്രന്റെ മുഖത്തുകൂടി ചോരയൊഴുകി കണ്ണിലേക്കും വീണു. കുണ്ടകൾ വടിയോങ്ങി അടിക്കുന്നത് കണ്ണു തുടയ്ക്കുന്നതിനിടയിൽ അയാൾ കണ്ടു. ഒരടി കൈകൊണ്ട് തടുത്തു. അവന്റെ വയറ്റിൽ പെനാൽറ്റി അടിക്കുന്നത് പോലെ ഒരു തൊടി കൊടുത്തു. ഒരാർത്തനാദത്തോടെ പിന്നോട്ടു മലച്ച് അവൻ നിലത്ത് കിടന്ന് പിടഞ്ഞു. ആശാദേവി നിലവിളിച്ചുകൊണ്ട് മഹേഷിനെയും ഗിരീഷ് ചോപ്രയെയും നോക്കി. കൂട്ടുകാരൻ നിലത്ത് വീണ് കിടന്ന് പിടയുന്നത് കണ്ട മറ്റേ ഗുണ്ട പകച്ചു നിന്നു. നോക്കി നിൽക്കാതെ അവന്റെ കാല് തല്ലി ഒടിക്കടാ, അവന്റെ മുതുകിൽ തള്ളിക്കൊണ്ട് മഹേഷ് കുമാർ പറഞ്ഞു. ഗുണ്ട മുന്നോട്ടാഞ്ഞ് ബാലചന്ദ്രന്റെ കാൽമുട്ടുകളെ ലക്ഷ്യമാക്കി അടിച്ചു. അയാൾ മുകളിലേക്ക് ചാടി ഒഴിഞ്ഞു മാറിയിട്ട് ഗുണ്ടയുടെ തലയ്ക്കൊരു ചവിട്ട് കൊടുത്തു. പിന്നോട്ട് വേച്ചുപോയ അവൻ വാഗമരത്തിൽ ചാരി നിന്നു. പിന്നെ വാശിയോടെ മുന്നോട്ട് വന്ന് വടി പമ്പരം പോലെ വായുവിൽ കറക്കി. ബാല! ആശാദേവി ഭയന്നുപോയി. അവൾ ചുറ്റും നോക്കി. അകലെ കുട്ടികൾ പോകുന്നത് കാണാം. വടി കറക്കി ഭയപ്പെടുത്തിയ ഗുണ്ട പെട്ടെന്നത് ഓങ്ങിയടിച്ചു. ബാലചന്ദ്രൻ അടി തടുത്തു. വടി പിടിച്ചു വാങ്ങിച്ചു. വല്ലാത്തൊരലർച്ചയോടെ അയാൾ ആ വടി കാൽമുട്ടിലടിച്ച് മധ്യത്തിൽ വെച്ചൊടിച്ചു. വയറ്റിൽ തൊടിയേറ്റ് പിടഞ്ഞുകൊണ്ടിരുന്നവൻ ചാടി എണീറ്റു. വടിയുടെ ഒരു കഷ്ണം കൊണ്ട് അവന്റെ തലയ്ക്കൊന്ന് കൊടുത്തു. അവൻ വീണ്ടും മറിഞ്ഞു വീണു. നിരായുധനായി നിന്നവന്റെ നേരെ ചെന്നപ്പോൾ അവൻ പിന്നോട്ട് മാറി. 3 ചുവടിൽ കൂടുതൽ അവന് പിന്നോട്ട് മാറാൻ കഴിഞ്ഞില്ല. വാഗമരത്തിൽ തട്ടി നിന്നു. വലത് കരത്തിലിരുന്ന വടികൊണ്ട് ബാലചന്ദ്രൻ ഗുണ്ടയുടെ വയറ്റിൽ ഒരു കുത്തുകൊടുത്തു. അവൻ വലിയ വായിൽ നിലവിളിച്ചു. അവന്റെ തുറന്ന വായിലേക്ക് ഇടത് കരത്തിലിരുന്ന വടിയുടെ മുറി തള്ളിക്കയറ്റി. അവന് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. അടുത്തു നിന്ന മഹേഷ് കുമാറിന്റെ നേരെ ബാലൻ നോക്കി. ഇനിയും നിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? ചോദിച്ചു തീരുന്നതിന് മുമ്പ് പിന്നിൽ നിന്ന് ഗിരീഷ് ചോപ്രയുടെ ശബ്ദം കേട്ടു. ഗുണ്ടയുടെ വയറ്റിലടിച്ച കമ്പ് ബാലൻ അവന്റെ നേരെ വലിച്ചെറിഞ്ഞു. വായുവിൽ ഒന്ന് കറങ്ങിയ മരക്കമ്പ് അസ്ത്രം പോലെ അയാളുടെ നേരെ പാഞ്ഞു ചെന്നു. അതവന്റെ പുറത്തു ചെന്നുകൊണ്ട ശബ്ദത്തോടൊപ്പം അവന്റെ നിലവിളിയും കേട്ടു. അയാൾ മുന്നോട്ട് വെച്ച് വാഗപ്പൂക്കൾ വീണു കിടക്കുന്ന പുല്ലിലേക്ക് മറിഞ്ഞു. ആശാദേവി നിശ്ചലം നിൽക്കുകയായിരുന്നു. അന്ന് ഫുട്ബോൾ ഗ്രൗണ്ടിൽ കണ്ട കോപമാണിപ്പോൾ ബാലനിൽ കാണുന്നത്. തന്റെ ഗുണ്ടകൾ പരാജയപ്പെട്ടത് കണ്ട് മഹേഷ് കുമാറിനുണ്ടായ നിരാശക്കതിരില്ലായിരുന്നു. അയാൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ ബാലൻ കോളറിന് കയറി പിടിച്ചു. താനെന്തിനാ ഇവന്മാരെ കൊണ്ട് എന്നെ തല്ലിച്ചത്? ഇവളുമായി നിനക്കെന്താ ബന്ധം? പിടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുകൊണ്ട് മഹേഷ് ചോദിച്ചു. എന്താണ് തനിക്ക് തോന്നുന്നത്? എടാ പട്ടി, നിനക്കെന്നാടാ എന്റെ പെങ്ങളെ പ്രേമിക്കാൻ ധൈര്യം വന്നത്? ഞങ്ങളുടെ പട്ടിയുടെ വിലയില്ല തനിക്ക്, അറിയാമോടാ തെണ്ടി. അയാൾ ബാലന്റെ കൈ തട്ടിമാറ്റി പിടഞ്ഞു മാറി. ആ പട്ടിയെ ഇവൾ സ്നേഹിച്ചെന്ന് കരുതിക്കോ. എന്താ നിന്റെ പ്ലാൻ? വിവാഹം കഴിക്കാമെന്നാണോ? അല്ലായിരുന്നെങ്കിൽ പണ്ടേ ഇവളെ ഞാൻ ഹോട്ടൽ മുറിയിൽ കൊണ്ടുപോയേനെ. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ വിവാഹം നടക്കില്ല. അവൾ വിറയ്ക്കുകയായിരുന്നു. എനിക്ക് നിന്റെ അനുവാദമൊന്നും വേണ്ട. അവളുടെ കാര്യം അവൾ നോക്കിക്കൊള്ളും. പിന്നെ ഇത്തരം ഗുണ്ടകളെ കൊണ്ടെന്നെ മർദ്ദിപ്പിക്കാമെന്നോ അംഗഭംഗം വരുത്താമെന്നോ കരുതുന്നുണ്ടെങ്കിൽ ഓർത്തോ, അത് നീ നിനക്ക് തന്നെ കുഴിക്കുന്ന ശവക്കുഴിയായിരിക്കും. തൂമ്പയും കൂന്താലിയും പിടിച്ച കൈയാണിത്. അയാൾ കൈ നിവർത്തിയപ്പോൾ അടിക്കാനാണെന്ന് കരുതി മഹേഷ് പിന്നോട്ട് മാറി. ബാലൻ ഇടത് കരത്തിലെ വടി ഗുണ്ടയിൽ നിന്നെടുത്തു. അയാൾ ജീവനും കൊണ്ടോടി. ബാലൻ മറ്റേ ഗുണ്ടയെ നോക്കി. അയാൾ അതിനു മുമ്പേ സ്ഥലം വിട്ടിരുന്നു. ഇങ്ങു വാ, ബാലൻ ആശയെ വിളിച്ചു. ആശ ആശങ്കയോടെ അടുത്തു ചെന്നു. തന്റെ ശിരസിലെ മുറിവിൽ നിന്ന് ചോരയെടുത്ത് അയാൾ ആശയുടെ നെറ്റിയിൽ തിലകം ചാർത്തുന്നത് കണ്ട് മഹേഷ് കുമാറും ഗിരീഷ് ചോപ്രയും നടുങ്ങി. ഞാൻ നിന്റെ സഹോദരി ആശയെ വിവാഹം കഴിക്കും, ഇത് സത്യം. നിനക്ക് തടുക്കാമെങ്കിൽ തടുത്തോ, ബാലചന്ദ്രൻ മഹേഷ് കുമാറിനോട് പറഞ്ഞു. ഞങ്ങളുടെ സ്നേഹത്തിന്റെ രക്തം കൊണ്ടുള്ള മുദ്രയാണിത്. ആശാദേവി പോലും അത്രയും പ്രതീക്ഷിച്ചില്ല. ബാലചന്ദ്രൻ തിരിഞ്ഞ് ഗിരീഷ് ചോപ്രയെ നോക്കി. അയാൾ കൈകൊണ്ട് മുതുകിൽ വടികൊണ്ടിടത്ത് തിരുമുന്നുണ്ടായിരുന്നു. ഗിരീഷ് തീപാറുന്ന കണ്ണുകളോടെ ആശയെ നോക്കി. അവൻ തിരിഞ്ഞു നടക്കുന്നത് കണ്ട് ബാലചന്ദ്രൻ മഹേഷ് കുമാറിന്റെ നേരെ തിരിഞ്ഞു. മഹേഷ് ആശയെ തീക്ഷണമായെന്ന് നോക്കി. ആശാദേവി പകച്ചുപോയി. നീ വീട്ടിലേക്കല്ലേ വരുന്നത്? അത്രമാത്രം ചോദിച്ചിട്ട് അയാളും തിരിഞ്ഞു നടന്നു. അവൻ ആശയെ ഉപദ്രവിക്കും. ബാലചന്ദ്രൻ മുന്നറിയിപ്പ് കൊടുത്തു. എനിക്കറിയാം, അച്ഛനോട് പറയും. ഇല്ലാത്ത കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കട്ടെ. എല്ലാം നേരിടാൻ എനിക്കറിയാം. ഒരു ശക്തിക്കും നമ്മളെ വേർപെടുത്താൻ കഴിയില്ല. ഒത്തിരി മുറിഞ്ഞോ? അവൾ അയാളുടെ ചോരപറ്റി കുതിർന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന തലയിൽ തൊട്ടു. സാരമില്ല, മുറിവ് ഉണ്ടാകാൻ തുടങ്ങുന്നതേയുള്ളൂ. ആശ പൊയ്ക്കോളൂ. ഭാവിയിൽ ഉണ്ടാകാനിരിക്കുന്ന
പൊട്ടിത്തെറികളെയോർത്ത് ബാലചന്ദ്രൻ പറഞ്ഞു. ആ, ഒരലർച്ച അടുത്തു വരുന്നത് കേട്ടു. ബാലചന്ദ്ര. ആശാദേവിയുടെ പരിഭ്രാന്തി നിറഞ്ഞ ശബ്ദം. അവൾ അയാളെ വലിച്ചു മാറ്റി. ഊരിപ്പിടിച്ച കത്തിയുമായി ഗിരീഷ് ചോപ്ര കുതിച്ചു വരുന്നത് ബാലചന്ദ്രൻ കണ്ടു. ഗിരീഷ് അടുത്തെത്തിയപ്പോൾ ബാലചന്ദ്രൻ അവനെ കാലുവെച്ച് വീഴ്ത്തി കത്തി പിടിച്ചു വാങ്ങി അവന്റെ കോളറിൽ പിടിച്ചുയർത്തി. നിന്റെ കളിയായിരുന്നു ഇതെന്ന് എനിക്കറിയാം. ഡ്രാക്കുള പല്ല് വെച്ചാലൊന്നും പെണ്ണുങ്ങൾ വീഴുകയില്ലടാ. ബോംബെയിൽ പറ്റുമായിരിക്കും, ഇവിടെ നടക്കത്തില്ല. ഗിരീഷ് ചോപ്ര നിന്ന് കുതറിയെങ്കിലും ബാലചന്ദ്രൻ വിട്ടില്ല. ഇത് കത്തിയാണ്, ഉപയോഗിക്കുന്നത് സൂക്ഷിച്ചു വേണം, അല്ലെങ്കിൽ കുടല് പുറത്തു ചാടും. അയാൾ കത്തി ഗിരീഷിന്റെ നെഞ്ചിൽ മുട്ടിച്ചു മടക്കി. കുറെ കുട്ടികൾ ആ വഴിക്ക് വരുന്നത് കണ്ടു. ഇവളെന്റെ പെണ്ണാണ്. കത്തി ഗിരീഷിന്റെ പോക്കറ്റിലിട്ടുകൊണ്ട് ബാലചന്ദ്രൻ പറഞ്ഞു. നിന്റെ പോക്കറ്റിത്തരമൊന്നും എന്റെ അടുത്ത് വേണ്ട, വിടന്നെ. ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? ഗിരീഷ് കൈയുയർത്തി അടിക്കാനോങ്ങി. അതിനു മുമ്പേ അവന്റെ മുഖത്ത് ബാലചന്ദ്രന്റെ കൈ വീണു. ഗിരീഷിന്റെ റബ്ബർ കൊണ്ടുള്ള വെപ്പുപല്ല് പുല്ലിൽ തെറിച്ചു വീണു. നിന്നെ തല്ലണ്ടെന്ന് കരുതിയതാ, പക്ഷെ തല്ലുകൊള്ളാതെ നീ അടങ്ങുകയില്ല. ബാലചന്ദ്രൻ അവനെ പിന്നോട്ട് തള്ളി. അടികൊണ്ട കവളിൽ തടവിക്കൊണ്ട് ഗിരീഷ് ചോപ്ര അവരെ മിഴിച്ചു നോക്കി. പല്ലു ഞെരിച്ചുകൊണ്ടയാൾ മുരണ്ടു. മൂർഖനെയാ നീ നോവിച്ചത്, ഓർത്തോ? ഗിരീഷ് ചോപ്രയെ തൊട്ടവരൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. കോപത്തോടെ തിരിഞ്ഞു നടന്ന അയാളുടെ നേരെ ബാലചന്ദ്രൻ പുല്ലിൽ കിടന്ന വെപ്പുപല്ല് തട്ടിത്തെറിപ്പിച്ചു. ഇതുകൂടി കൊണ്ടുപോയ്ക്കോ, നിന്റെ സ്വഭാവത്തിന് വളരെ ചേർന്നതാണിത്. നാടകത്തിനും മറ്റും ഉപയോഗിക്കുന്ന റബ്ബർ പല്ലുകളായിരുന്നു അത്. കോളേജിലെ ചോപ്ര സ്റ്റൈൽ. ആശാദേവി വീട്ടിലേക്ക് പൊയ്ക്കോളൂ, ബാലൻ പറഞ്ഞു. വേണ്ട, ബാലനൊപ്പം ഞാൻ കൂടി വരാം. തലയിലെ മുറിവ് ഡോക്ടറെ കാണിക്കണം, അവൾ നിർബന്ധം പിടിച്ചു. വളരെയധികം ചോര പോയി. ഇത് സാരമില്ല, ഞാൻ തനിയെ പോയി ഡോക്ടറെ കണ്ടോളാം. ആ ചോപ്രയെയും മഹേഷ് ചേട്ടനെയും സൂക്ഷിക്കണം, അവൾ മുന്നറിയിപ്പ് കൊടുത്തു. സൂക്ഷിച്ചിട്ട് കാര്യമില്ല, വരാനുള്ളത് വരും, ബാലചന്ദ്രൻ പറഞ്ഞു. എനിക്ക് പേടിയാകുന്നു. ഈ സംഭവം എനിക്ക് ധൈര്യം തന്നു. നമ്മൾ രക്തം കൊണ്ടൊരു ഉടമ്പടിയുണ്ടാക്കിയില്ലേ? ഈ ഉടമ്പടി പൂർത്തിയാകുന്നതിനു മുമ്പ് ചോര വീഴും. നമ്മുടെ എതിരാളികൾ ചില്ലറക്കാരല്ല. അയാൾ അവളുടെ ശിരസിലെ രക്തതിലകം നോക്കി. അവളുടെ കണ്ണുകളിൽ വൈരക്കല്ലുകൾ അയാൾ കണ്ടു. അവൾ മന്ത്രിച്ചു. ഐ ലവ് യു ബാലൻ. ഒരു ശക്തിക്കും നമ്മെ അകറ്റാനാവില്ല. ആശാദേവി വീട്ടിൽ ചെന്നപ്പോൾ പൊട്ടിത്തെറിയുണ്ടായി. അതവൾ പ്രതീക്ഷിച്ചതുമായിരുന്നു. മുഖത്തു തന്നെ അച്ഛൻ നിൽപ്പുണ്ടായിരുന്നു. മുഖം കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. അടുത്തു തന്നെ മഹേഷും ചിറ്റമ്മയും നിൽപ്പുണ്ടായിരുന്നു. ആഷേ, അച്ഛൻ വിളിച്ചു. അടുത്തു ചെന്നു. ചോദ്യവും പറച്ചിലുമൊന്നും ഉണ്ടായില്ല. തന്റെ നെറ്റിയിലേക്ക് നോക്കി രക്തതിലകം കണ്ടു. മുഖം കോപം കൊണ്ട് ചുവന്നു തുടക്കുന്നതും പല്ലുറമുന്നതും കണ്ടു. കൈ നിവർത്ത് ഒറ്റയടി. 1000 നക്ഷത്രങ്ങൾ മിന്നി. ആ തെണ്ടിയോട് നിനക്ക് പ്രേമമാ അല്ലേടി? ഇതാണോടി നിന്നെ ഞാൻ കോളേജിൽ വിട്ടത്? ഈ ശേഖരപിള്ള അന്തസ്സുള്ളവനാ. പണത്തിനും പ്രതാപത്തിനും ഒരു കുറവുമില്ല. നീ ആ തെണ്ടിയുടെ കൂടെ നടക്കുന്നത് കണ്ടാൽ പിന്നെ നാട്ടിൽ എനിക്ക് എന്താടി ഒരു വില? കൊന്നുകളയും ഞാൻ രണ്ടിനെയും. ആ കഴിവരുടെ മോനെ ഞാനെന്ന് കാണുന്നുണ്ട്. നീ കോളേജിൽ പോകണ്ട, വിറയ്ക്കുകയായിരുന്നു അച്ഛൻ. അച്ഛാ, ശബ്ദിക്കരുത്, വിരൽ ചൂണ്ടി ശാസിച്ചു. പോകത്ത്, പുറത്തിറങ്ങി പോകരുത്. അല്ലേലും പെണ്ണിന്റെ ഒരു ധിക്കാരം കണ്ടില്ലേ? അവനേതാ ജാതി, ഏതാ കുലം? 4 ആൾ കേട്ടാൽ കുടുംബത്തിന് മാനക്കേട്. അത് ചോദിച്ച് അവളെ നേർവഴിക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച എന്റെ മോനെയല്ലേ അവൻ തല്ലിയത്? ചിറ്റമ്മയുടെ വക. വിജയഭാവത്തിൽ മഹേഷ് നിൽക്കുന്നത് കണ്ടു. അച്ഛാ, ഇവളെ ഇങ്ങനെ വെറുതെ വിടരുത്. അവന്റെ കൂടെ ഒളിച്ചോടാനും മടിക്കില്ല. ചേട്ടന്റെ മുന്നറിയിപ്പ്. അതിനവൻ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ? അച്ഛാ. ആശാദേവി തിരിഞ്ഞ് അച്ഛനെ നോക്കി. ആ ക്ഷണം അടി വീണു. നിലവിളിച്ച ആഷയുടെ നേരെ കൈ ചൂണ്ടി അയാൾ പല്ലിറുമി. മിണ്ടരുതെന്ന് നിന്നോടല്ലേ പറഞ്ഞത്? നിനക്കെന്നെ അറിയില്ല. എന്റെ തനി സ്വഭാവം നിന്റെ തള്ളയെ കണ്ടിട്ടുള്ളൂ. മുറിയിൽ പോയി കിടന്ന് ആഷ പൊട്ടിക്കരഞ്ഞു. താനിവിടെ ഒറ്റപ്പെട്ടുവെന്ന് അവൾക്കുറപ്പായി. അച്ഛനും മഹേഷും ചിറ്റമ്മയും തനിക്കെതിരാണ്. തന്റെ അമ്മയല്ല ആ സ്ത്രീ. തന്റെ കൂടെ പിറന്ന സഹോദരനല്ല മഹേഷ്. അച്ഛൻ മാത്രമുണ്ട്. ഈ വീട്ടിൽ സ്നേഹം തരാൻ തനിക്ക് ആരുമില്ല. അമ്മയുള്ളപ്പോഴും അച്ഛന് ഒരു രഹസ്യക്കാരി നാട്ടിലുണ്ടെന്ന് കേട്ടിരുന്നു. ഭർത്താവ് മരിച്ച അവർക്കൊരു മകനുമുണ്ട്. അമ്മയും അച്ഛനും അതേച്ചൊല്ലി വഴക്കുണ്ടാകാറുണ്ട്. തന്നോടൊന്നും അമ്മ പറഞ്ഞിട്ടില്ല. വളരെ ക്ഷമയുള്ള ആളായിരുന്നു അമ്മ. അച്ഛന് വേണ്ടി അമ്മ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ അച്ഛൻ അമ്മയെ ഉപദ്രവിക്കുന്നത് താൻ കണ്ടിട്ടുണ്ട്.
ഒരു ദിവസം താൻ കോളേജ് വിട്ടു വന്നപ്പോൾ അമ്മയുടെ കത്തിക്കരിഞ്ഞ ശവമാണ് കണ്ടത്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണെന്ന് അച്ഛൻ പറഞ്ഞു. പിന്നീട് വേലക്കാരി ഗോമതി തന്നോട് രഹസ്യമായി പറഞ്ഞു അന്ന് പകൽ അച്ഛൻ അമ്മയെ ഒരുപാട് മർദ്ദിച്ചെന്ന്. വേലക്കാരിയെ തെറി പറഞ്ഞു ഓടിച്ചു. അമ്മയുടെ കരച്ചിൽ ഗോമതി കേട്ടു. തൊഴിച്ചു കൊന്നതാണത്രേ. കേസുണ്ടാവാതിരിക്കാൻ ശവം അടുക്കളയിൽ കൊണ്ടുവന്നിട്ട് ഗ്യാസ് ലീക്കുണ്ടാക്കി മുറിയാകെ നിറച്ചിട്ട് തീ കൊളുത്തി. പോലീസുകാർക്ക് അച്ഛൻ പണവും മദ്യവും കൊടുക്കുന്നത് താൻ കണ്ടതാണ്. പോസ്റ്റ്മോർട്ടം പോലും നടത്താതെ ശവമടക്കി. അമ്മ മരിച്ച് ഒരു മാസം പോലും കഴിയുന്നതിന് മുമ്പ് ആനന്ദവല്ലി എന്ന ഈ സ്ത്രീയും മകനും വന്നു. അച്ഛനെ മയക്കിയ മദാലസ. അച്ഛൻ പറഞ്ഞു അവരെ ചിറ്റമ്മയെന്ന് വിളിക്കണമെന്ന്, അയാളെ ചേട്ടനെന്നും. പിന്നെ അമ്മയും മകനും കൂടിയുള്ള ഭരണമായിരുന്നു. 2 വർഷമായി. ആ സ്ത്രീയെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി അച്ഛൻ അമ്മയെ കൊല്ലുകയായിരുന്നുവെന്ന് തനിക്കും ഉറപ്പായി. എല്ലാം അറിഞ്ഞ് ഒന്നും അറിയാത്ത ഒരു പാവത്തിനെ പോലെ താൻ അവിടെ കഴിഞ്ഞുകൂടി. എങ്ങനെയും ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടായിരുന്നു. കഴിഞ്ഞില്ല. അവസാനം താൻ കണ്ട ആശ്രയമാണ് ബാലചന്ദ്രൻ. ആ വഴിയും ഇവരടയ്ക്കുമെന്ന് ആഷയ്ക്ക് ഭയമുണ്ടായിരുന്നു. തന്നെ ചോപ്ര ചെകുത്താനെ വിൽക്കാനാണ് അച്ഛനും മകനും കൂടി തീരുമാനിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. മഹേഷിനെ അച്ഛന്റെ മകനായി കാണാൻ അവൾക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ആ സ്ത്രീ സ്വാധീനം ചെലുത്തി അച്ഛനില തോന്നലുണ്ടാക്കിയിരിക്കുന്നു. അവരുടെ ആദ്യ ഭർത്താവിലുള്ളതാണവൻ. അവരുടെ കിടപ്പറയിലെ കഴിവ് അത്രയ്ക്കുണ്ട്. അമ്മയും മകനും കൂടി അച്ഛനെ ചൂഷണം ചെയ്യുകയാണ്. താനും അതിനിര. തന്റെ അമ്മ വഴി അച്ഛന് കിട്ടിയ സ്വത്താണിതെല്ലാം. ആ സ്ത്രീ അതെല്ലാം അനുഭവിക്കുന്നു, ഭരിക്കുന്നു. ആഷയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. തന്റെ നിസ്സഹായതയെ ശപിച്ചുകൊണ്ടവൾ തേങ്ങിക്കരഞ്ഞു. ഭക്ഷണമൊന്നും കഴിച്ചില്ല. പകൽ എരിഞ്ഞടങ്ങിയതും രാത്രി വന്നതും അവൾ അറിഞ്ഞില്ല. അവളുടെ മുറിയൊഴിച്ച് എല്ലായിടത്തും വിളക്ക് തെളിഞ്ഞു. ഒരു ബഹളം കേട്ട് ആശാദേവി മയക്കത്തിൽ നിന്നുണർന്നു. കരച്ചിൽ കാതോർത്തു. ബാലചന്ദ്രന്റെ വീട്ടിൽ നിന്നാണ്. തങ്ങളുടെ മതിലിനപ്പുറത്താണ് ആ വീട്. അതിനവൻ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ? അച്ഛന്റെ വാക്കുകൾ ആഷയുടെ കാതിൽ മുഴങ്ങി. ശരീരത്തിലേക്ക് ഒരു കറണ്ട് കമ്പി വീണ പോലെ ആഷ നടുങ്ങി. ചാടി എണീറ്റ് പുറത്തേക്ക് ഓടിച്ചെന്നു. വാതിൽക്കൽ ചിറ്റമ്മ അവളെ തടഞ്ഞു. അവരവിടെ കാവൽ നിൽക്കുകയായിരുന്നു. ബാലന്റെ അമ്മയുടെ നിലവിളിയാണ്. അവളത് തിരിച്ചറിഞ്ഞു. മുന്നോട്ട് കൈതട്ടി ഓടാൻ തുടങ്ങിയ ആശാദേവിയെ ആനന്ദവല്ലി പിടിച്ചു നിർത്തി. നീ എവിടേക്കാണ്? അവൾ ചോദിച്ചു. എന്താണ് അവിടെ കരച്ചിൽ? അത് നീയറിയണ്ട. നിങ്ങളാണോ തീരുമാനിക്കാൻ? അത് പറയാൻ നിങ്ങളെന്റെ ആരാ? പെണ്ണെ, തന്തയോട് കളിക്കുന്നത് പോലെ എന്റെ അടുത്ത് പെരുമാറരുത്. തള്ളയില്ലെന്നൊന്നും ഞാൻ കരുതില്ല. അവർ ദേഷ്യപ്പെട്ടു. തള്ളയില്ലാത്തതല്ല, നീ കൊന്നതാ. നിന്നെ കൊണ്ടുവരാൻ വേണ്ടി അച്ഛൻ എന്റെ അമ്മയെ കൊന്നു. അവരൊന്ന് പരുങ്ങി, പക്ഷേ പ്രകടിപ്പിച്ചില്ല. എന്താ നീ എന്നെ വിളിച്ചത്? നീയെന്നോ? അത്രയ്ക്കായോ ധിക്കാരം? ആനന്ദവല്ലി ആഷയുടെ കയ്യിൽ പിടിച്ചിട്ട് മറുകൈ കൊണ്ട് അടിക്കാൻ ശ്രമിച്ചു. ആഷ കയ്യിൽ കയറി പിടിച്ചു. നീ അച്ഛനെ ഭരിച്ചാൽ മതി. വേശ്യകളൊന്നും എന്നെ ഭരിക്കണ്ട. നീ എന്തു പറഞ്ഞടി? കുതറി മാറിയ ചിറ്റമ്മ ആഷയെ അടിച്ചു. ആഷ തിരിച്ചടിച്ചു. മതിലിനപ്പുറത്തു നിന്ന് അപ്പോഴും നിലവിളി കേൾക്കാമായിരുന്നു. ആ സ്ത്രീയെ തള്ളിമാറ്റിയിട്ട് ആശാദേവി ആ അപകടത്തിലേക്ക് ഓടിച്ചെന്നു. അധ്യായം 19. ഓലയും മുളയും കൊണ്ട് നിർമ്മിച്ച വീടാണ് ബാലചന്ദ്രന്റേത്. അവിടെ ബാലചന്ദ്രനും അമ്മയും മാത്രമേ ഉള്ളൂ. ബാലന്റെ അച്ഛനുണ്ടായിരുന്ന കാലത്ത് തങ്ങൾ വിലയ്ക്ക് കൊടുത്തതാണ് ആ 10 സെന്റ്. ആശാദേവി ഗേറ്റ് കടന്ന് റോഡിലേക്കിറങ്ങി അവിടേക്ക് ഓടിച്ചെന്നു. ബാലന്റെ വീടിന് മുന്നിൽ കുറെ ആളുകൾ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ബാലന്റെ അമ്മയുടെ നിലവിളിയാണ് കേൾക്കുന്നത്. അച്ഛൻ കൂലിത്തല്ലുകാരെ കൊണ്ട് ബാലനെ ഉപദ്രവിക്കുകയാണെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്തു ചെയ്യാനും മടിക്കാത്തവനാണ് അച്ഛൻ. മഹേഷിന് പകലത്തെ വൈരാഗ്യവുമുണ്ട്. അവിടെ എത്തുന്നതിന് മുമ്പ് മഹേഷ് വന്ന് ആശാദേവിയെ തടഞ്ഞു. നീ എവിടേക്കാണ്? വിടന്നെ, അവൾ കുതറി. മര്യാദയ്ക്ക് വീട്ടിൽ പോകുന്നതാണ് നല്ലത്. അവളെ പിടിച്ചു നിർത്തി മഹേഷ് പറഞ്ഞു. ആരാടാ അത്? ശേഖരപിള്ള അവിടേക്ക് വന്നു. നീയോ? നിന്നെ ആരാ പുറത്തുവിട്ടത്? മകളെ കണ്ട് കലിതുള്ളിയ അയാളൊരു തൊഴി കൊടുത്തു. ആഷ നിലവിളിച്ചു പോയി. കൊല്ലും നിന്നെ ഞാൻ. അയാൾ അവളെ തലമുടിക്ക് പിടിച്ച് വലിച്ചു കൊണ്ടുവന്നു. അവളെ പൂമുഖത്ത് കൊണ്ടുവന്ന് തള്ളി. ഈ നശിച്ചവൾ എന്നെ തല്ലി കരണം പൊട്ടിച്ചു. അലമുറയിട്ടുകൊണ്ട് ചിറ്റമ്മ പറഞ്ഞു. ഞാനാരാ? ഇവിടുത്തെ വേലക്കാരിയോ? അതോ തെണ്ടിത്തിരിഞ്ഞ് കയറി വന്നവളോ? അതിനിപ്പോൾ എന്തുണ്ടായി? അച്ഛൻ ചോദിച്ചു. ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ? ഇവളെന്നെ വേശ്യെന്ന് വിളിച്ചു. അവിടെ അമ്മയെ ഞാൻ കൊന്നോന്ന് പറഞ്ഞ്
എന്റെ കരണത്തടിച്ചു. കണ്ടോ തടിച്ച് തിണർത്തു കിടക്കുന്നത്? അമ്മയുടെ കവളിലെ പാട് കണ്ട് മഹേഷ് കൈ ചുരുട്ടി ആഷയുടെ നേരെ ചെന്നു. എന്റെ അമ്മയെ തൊട്ട പട്ടിച്ചീനെ ഞാൻ വെറുതെ വിടില്ല. വേണ്ടടാ, അവളോട് ഞാൻ ചോദിക്കാം. ശേഖരപിള്ള അവനെ തടഞ്ഞു. നേരാണോടി ഈ കേട്ടത്? നീ അവളെ തല്ലിയോ? വേശ്യെന്ന് വിളിച്ചോ? തൊഴിയുടെയും വീഴ്ചയുടെയും ആഘാതത്തിൽ കിടക്കുകയായിരുന്നു ആഷ. അവൾ അച്ഛനെ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. കണ്ടോ കണ്ടോ, അവളുടെ നോട്ടം കണ്ടോ? അച്ഛനെ കൊന്നു തിന്നാനാ അവളുടെ ഭാവം. ഞാനെന്റെ വയറ്റിൽ പിറന്ന സ്വന്തം മോളെ പോലെയാ ഇവളെ നോക്കിയിട്ടുള്ളത്. ഒരു തിരിവും കാണിച്ചിട്ടില്ല. എന്നിട്ടും ഇവളെന്നെ തല്ലി, വേശ്യെന്ന് വിളിച്ചു. ചിറ്റമ്മ എരുതിയിൽ എണ്ണയൊഴിക്കുകയായിരുന്നു. നിലവിളിച്ചുകൊണ്ട് അവർ തുടർന്നു. ഞാൻ വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല. നിങ്ങൾ വിളിച്ചിട്ട് അന്തസ്സോടെയാ വന്നത്. ഞാനും എന്റെ മോനും നിങ്ങൾക്ക് നന്മയല്ലാതെ എന്താ ചെയ്തിട്ടുള്ളത്? അതിനൊക്കെ പ്രതിഫലം കിട്ടി. മതിയായി. ഞാനും എന്റെ മോനും പോകുക. ഇവളുടെ ആട്ടും തൊപ്പും തല്ലും കൊണ്ട് ജീവിക്കാൻ എനിക്ക് വയ്യ. അവർ എണ്ണിപ്പെറുക്കി കരയാൻ തുടങ്ങി. നീ ഒരിടത്തും പോകണ്ട. ഇവളുടെ ധിക്കാരം ഇന്നുകൊണ്ട് ഞാൻ നിർത്തും. ഇങ്ങനെയൊരു മകളിലെന്ന് വെക്കും. എന്റെ അന്തസ്സും അഭിമാനവുമെല്ലാമാണ് ഇവൾ തുലച്ചത്. ശേഖരപിള്ള ഉത്തരത്തിന് മുകളിൽ നിന്ന് ചാട്ട വലിച്ചെടുത്തു. നിന്നെ ഇന്ന് ഞാൻ മര്യാദ പഠിപ്പിക്കും. ചാട്ട ആഞ്ഞു വീശിക്കൊണ്ടയാൾ മകളുടെ നേരെ അടുത്തു. ഒരു സീൽക്കാരത്തോടെ വായുവിൽ പുളഞ്ഞ ചാട്ടവാർ ആശാദേവിയെ ചുറ്റി വളഞ്ഞു. അവൾ പുളഞ്ഞുപോയി. അമ്മയും മകനും പരസ്പരം നോക്കി. അവരുടെ കണ്ണുകളിൽ ഗൂഢമായ ആനന്ദമുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു മകൾ ഇങ്ങനെ ഒരു തെണ്ടിയെ പ്രേമിച്ച് അന്തസ്സുള്ള അച്ഛനെ അപമാനിക്കുമോ? ഇനി ഞാൻ എങ്ങനെ 4 പേരുടെ മുഖത്ത് നോക്കും? ആരോടൊക്കെ സമാധാനം പറയും? ആനന്ദവല്ലി ശേഖരപിള്ളയുടെ ദേഷ്യം കൂട്ടാൻ വേണ്ടി പറഞ്ഞു. സ്വജാതിയാണെങ്കിലും വേണ്ടില്ല, ഒരു കീഴ്ജാതിക്കാരനെ അല്ലേ അവൾ കണ്ടുള്ളൂ. ഇവളുടെ താളത്തിനൊത്തു തുള്ളുന്ന നമ്മളെയെ ആളുകൾ പഴിക്കുകയുള്ളൂ. അവൻ ധിക്കാരിയ. ഇവിടത്തെ സ്വത്തില അവന് കണ്ണ്. എല്ലാ ചീത്ത സ്വഭാവവും അവനുണ്ട്. കഞ്ചാവും ചരസും പെണ്ണുങ്ങളും. ബാലചന്ദ്രൻ കോളേജിൽ പോകുന്നത് പഠിക്കാനൊന്നുമല്ല, മഹേഷിന്റെ വക. ഇവളുടെ അമ്മേനെ മര്യാദ പഠിപ്പിച്ചിട്ടുള്ളവനാ ഞാൻ. പിന്നെയാ ഇവള്. ശേഖരപിള്ള വൈരാഗ്യത്തോടെ മകളെ അടിച്ചുകൊണ്ടിരുന്നു. ആഷ എല്ലാ അടിയും കൊണ്ടു. അവൾ പുളയുന്നത് കണ്ടിട്ട് ആരും തടഞ്ഞില്ല. എടി, ഇവളെന്റെ ഭാര്യ, നിന്റെ ചിറ്റമ്മ. അവളെ ആ ബഹുമാനത്തോടെ കണ്ടോളണം. അവൾ പറയുന്നതനുസരിച്ചോളണം. ഇവൻ നിന്റെ ചേട്ടനാ. ഇവരെ ഭരിക്കാമെന്നൊന്നും കരുതണ്ട. ആ തെണ്ടിയെ കല്യാണം കഴിച്ച് നിന്റെ ഇവിടുത്തെ വീതം മേടിച്ച് സുഖമായി ജീവിക്കാമെന്നൊന്നും കരുതണ്ട. ഞാൻ വരയ്ക്കുന്ന വരവിട്ട് ഒരടി മാറിയാൽ കൊല്ലും ഞാൻ നിന്നെ. നിന്നെ എന്തു ചെയ്യണമെന്ന് എനിക്കറിയാം. ആശ അടികൊണ്ട് പുളയുന്നതിനിടയിൽ അവൾ കേൾക്കാനായി അച്ഛൻ ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ ബോധം മറഞ്ഞപ്പോൾ അയാൾ മടുത്തപ്പോൾ അടി നിർത്തി. വാ, ചോറുണ്ണാം. ആനന്ദവല്ലി ശേഖരപിള്ളയെ ക്ഷണിച്ചു. കൊഞ്ചുകറിയും കാട്ടുപോത്തിന്റെ ഇറച്ചിയും തണുത്തു പോകും. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. അവനെയും അവളെയും തല്ലി എന്റെ ശരീരം വിയർത്ത് ചീത്തയായി. ഇവൾക്ക് തുള്ളി വെള്ളം കൊടുക്കരുത്. പഠിക്കട്ടെ. ബോധമറ്റു കിടക്കുന്ന മകളെ കോപത്തോടെ നോക്കി അച്ഛൻ കുളിക്കാൻ പോയി. 2-3 ദിവസം പനി പിടിച്ചു കിടന്നു. ചിറ്റമ്മയും മകനും തിരിഞ്ഞു നോക്കിയില്ല. ഇടയ്ക്കിടെ ബോധം മറയുമായിരുന്നു. മരിക്കുമെന്ന പേടി തോന്നിയപ്പോൾ അച്ഛൻ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഒരാഴ്ച അവിടെ കിടക്കേണ്ടി വന്നു. വേലക്കാരി ഗോമതി മാത്രമാണ് കൂടെ നിൽക്കുകയും സഹായിക്കുകയും ചെയ്തത്. 4 ദിവസം കഴിഞ്ഞപ്പോൾ പനി കുറഞ്ഞു. ശരീരത്തിന് ഒരു സുഖം തോന്നിത്തുടങ്ങി. ശരീരമാകെ ചാട്ടവാറടിയുടെ പാടുകൾ കരിവാളിച്ചു കിടന്നു. ഒരിക്കൽ അപ്രതീക്ഷിതമായി ബാലചന്ദ്രന്റെ അമ്മ മുറിയിലേക്ക് വന്നു. അന്ന് ബാലന്റെ വീട്ടിൽ എന്തു സംഭവിച്ചുവെന്ന് തനിക്കറിയില്ല. അച്ഛനും മഹേഷും ചേർന്ന് അവരെ ഉപദ്രവിച്ചിട്ടുണ്ടാകും. എല്ലാം തന്നെ പ്രതിയാണ്. ബാലന്റെ അമ്മ ഇരിക്കൂ. ആശാദേവി ബന്ധപ്പെട്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എന്റെ മോനെ കൊല്ലാനാണോ നിന്റെ ഉദ്ദേശം? എന്റെ കെട്ടിയോൻ ചത്തതാ. എനിക്കെന്റെ മോൻ മാത്രമേ ഉള്ളൂ. അവനെ കൊന്നേ അടങ്ങൂ എന്നാണോ? ആശാദേവി സ്തബ്ധയായി ഇരുന്നു പോയി. തന്നെ മോളെയെന്ന് മാത്രമേ ബാലേട്ടന്റെ അമ്മ വിളിച്ചിട്ടുള്ളൂ. തന്നോടുള്ള ആ സ്നേഹം ശത്രുതയായി മാറിയിരിക്കുന്നു. ബാലേട്ടന്റെ അമ്മേ, എനിക്കൊന്നും അറിയില്ല, അവൾ പരിഭ്രമത്തോടെ പറഞ്ഞു. അറിയില്ല, അറിയണ്ടല്ലോ. എന്നെയും എന്റെ മോനെയും വീട്ടിൽ കയറി തല്ലി. നിന്റെ തന്തയും ആ പിഴച്ച ചെറുക്കനും എന്റെ മോന്റെ കാല് തല്ലിയൊടിക്കാറാക്കിയില്ലേ? നിനക്കറിയാമോ ഡോക്ടർ പറഞ്ഞതെന്താണെന്ന്? ഭാഗ്യം കൊണ്ടാ കാലൊടിയാതെ കിട്ടിയതെന്ന്. എന്റെ ചെറുക്കന്റെ കാല് തല്ലിയൊടിച്ച് അവൻ പിച്ചച്ചട്ടിയുമായി റോഡിലൂടെ തെണ്ടുന്നത് കാണുന്നതാ നിനക്കൊക്കെ ഇഷ്ടം അല്ലേടി?
ഒരമ്മയുടെ ഭയത്തിൽ തട്ടിയ വാക്കുകളായിരുന്നു അത്. ബാലൻ കാലൊടിഞ്ഞ് ബലഹീനനായി ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടുക. ആശാദേവിക്കത് ചിന്തിക്കാനായില്ല. അവൾ മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു. ബാലേട്ടന്റെ അമ്മേ, എന്നോട് ക്ഷമിക്ക്. ഞാനൊന്നും അറിഞ്ഞില്ല. എനിക്കൊന്നും അറിയില്ല. അവൾ കരയുന്നത് കണ്ടപ്പോൾ ബാലന്റെ അമ്മയുടെ കോപമൊന്നടങ്ങി. അവളുടെ കൈകളിലെ കറുത്ത പാടുകൾ അവർ കണ്ടു. കരുവാളിച്ച് കിടക്കുന്നത് പോലെ അവരടുത്ത് ചെന്നു ആ പാടുകളിൽ തൊട്ടുനോക്കി. രക്തം കല്ലിച്ചു കിടക്കുന്നു. അവളുടെ കാലിലും അവരത് കണ്ടു. സാരി മാറ്റി നോക്കി. മുട്ടിലും തുടയിലും അത് കണ്ടു. പുറത്തും കഴുത്തിലും ആ പാടുകൾ കണ്ടു. മോളെ, ഏങ്ങലടിക്കുന്ന അവളുടെ കൈ മുഖത്തുനിന്ന് ബലമായി പിടിച്ചു മാറ്റി ബാലന്റെ അമ്മ ആഷയുടെ കണ്ണുകളിലേക്ക് നോക്കി. എന്താ മോളെ ഇത്? ആരാ നിന്നെ ദേഹോപദ്രവം ഏൽപ്പിച്ചത്? കണ്ണിൽ ചോരയില്ലാത്ത ഈ പ്രവൃത്തി ചെയ്തതാരാ? അവൾ നിർബന്ധിച്ചപ്പോൾ ആശാദേവി എല്ലാം പറഞ്ഞു. ബാലന്റെ അമ്മ തരിച്ചിരുന്നു പോയി. എന്നെ തല്ലിക്കോളൂ, കൊന്നോളൂ ബാലേട്ടന്റെ അമ്മേ. എന്നാലും ബാലേട്ടനെ സ്നേഹിക്കരുതെന്ന് എന്നോട് പറയരുത്. ആരും എന്നെ സ്നേഹിക്കുന്നില്ല, സ്വന്തം അച്ഛൻ പോലും. ഞാൻ ബാലേട്ടനെയെങ്കിലും ഒന്ന് സ്നേഹിച്ചോട്ടെ, അല്ലെങ്കിൽ ഞാൻ ചത്തുപോകും. അവൾ മുഖം പൊത്തി കരഞ്ഞു. ആ അമ്മയുടെ ഹൃദയമലിയുമെന്നും തന്നെ ആശ്വസിപ്പിക്കുമെന്നും അവൾ കരുതി. സാരമില്ല മോളെ, ബാലൻ നിന്റേതാ. അവൻ നിന്നെ വേദനിപ്പിക്കില്ല. പുറത്ത് മൃദുവായി തട്ടി അങ്ങനെ പറഞ്ഞ് അമ്മ ആശ്വസിപ്പിക്കുമെന്നവൾ കരുതി. ബാലേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ലമ്മേ. അല്പം കഴിഞ്ഞ് അവൾ മുഖമുയർത്തി നോക്കി. പക്ഷേ അടുത്ത് ബാലന്റെ അമ്മ ഇരിക്കുന്നില്ലായിരുന്നു. അവർ മുറിവിട്ട് പുറത്തു പോയി കഴിഞ്ഞിരുന്നു. അവരും തന്നെ വെറുക്കുന്നു. മകനെ ഈ നിർഭാഗ്യവതിയുടെ കൂടെ അപകടത്തിലേക്ക് വിടാൻ അവരിഷ്ടപ്പെടുന്നില്ല. അവരുടെ എല്ലാമായ മകനെ പ്രേമമൂത്ത് സ്വയം നഷ്ടപ്പെട്ട ഒരു പെണ്ണിന് വിട്ടുകൊടുക്കില്ല. അവർക്ക് അവൻ മാത്രമേയുള്ളൂ. ആശ ബെഡിലേക്ക് ചാഞ്ഞു. ശബ്ദം കേൾപ്പിക്കാതെ കരഞ്ഞു. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ആശ തലയുയർത്തി നോക്കി. വലത് കാലിൽ കണങ്കാൽ മുതൽ മുട്ടുവരെ പ്ലാസ്റ്റർ പോലെ പൊതിഞ്ഞു കെട്ടിയ ഒരാൾ വടിയുടെ സഹായത്താൽ മുടന്തി മുറിയിലേക്ക് കടന്നു വന്നു. ബാലചന്ദ്രൻ മുണ്ട് മടക്കി കുത്തിയിരുന്നു. സ്ലാക്ക് ഷർട്ട് ധരിച്ചിരിക്കുന്നു. ബാലേട്ട. ആശാദേവി തന്റെ വേദന മറന്ന് ചാടി എണീറ്റു. കിടന്നുകൊള്ളൂ. അയാൾ അവളെ പിടിച്ച് കട്ടിലിരുത്തി. അമ്മ എന്നോടെല്ലാം പറഞ്ഞു, നിന്നെ വന്ന് കാണാൻ, ആശ്വസിപ്പിക്കാൻ. അമ്മയാണെന്നെ പറഞ്ഞയച്ചത്. അയാൾ പറഞ്ഞതവൾക്ക് വിശ്വസിക്കാനായില്ല. തന്റെ വാക്കുകൾ കേൾക്കാതിരുന്ന, തന്നോട് ഒരു ആശ്വാസവാക്ക് പറയാതിരുന്ന ബാലേട്ടന്റെ അമ്മ കപടമില്ലാത്ത സ്നേഹത്തിന്റെ ഉറവിടത്തിൽ താനെത്തിയിരിക്കുന്നു. അവൾ ബാലന്റെ അമ്മയുടെ പാദങ്ങളിൽ മനസ്സാ പ്രണമിച്ചു. ബാലേട്ടൻ ഇത്ര പെട്ടെന്ന് എവിടെന്നാ വന്നത്? അവൾ ചോദിച്ചു. ഞാനും ഈ ആശുപത്രിയിലാ കിടക്കുന്നത്. അച്ഛനും ചേട്ടനും കൂടി ഒത്തിരി തല്ലിയോ? എനിക്ക് വേദനയില്ല ആഷേ. അവർ നമ്മുടെ സ്നേഹബന്ധം ഉറപ്പിക്കുകയാണ് ചെയ്തത്. ആഷയെ അച്ഛൻ കണ്ടമാനം തല്ലി അല്ലേ? അവളുടെ കയ്യിലെ പാടുകളിൽ തലോടിക്കൊണ്ട് അയാൾ ചോദിച്ചു. എല്ലാ വേദനയും ഇപ്പോൾ മറന്നോ ബാലേട്ട? അവൾ അയാളുടെ നെഞ്ചിൽ മുഖമണയ്ക്കാനായവൾ ശിരസ് കുനിച്ചു. ഈ സമയം വാതിൽ തള്ളി തുറന്ന് ഗിരീഷ് ചോപ്ര അകത്തേക്ക് വന്നു. അയാളുടെ കയ്യിൽ കുറെ പൂക്കളും പഴങ്ങളും ഉണ്ടായിരുന്നു. സോറി ആഷേ, ഞാനൊരു ബാംഗ്ലൂർ യാത്രയിലായിരുന്നു. വന്നപ്പോഴാ ആഷ പനിയായി ആശുപത്രിയിലാണെന്ന് അറിഞ്ഞത്. അവൻ പറഞ്ഞു തീരും മുമ്പ് അയാൾ ബാലചന്ദ്രനെ കണ്ടു. നീ? വിറച്ചുകൊണ്ടയാൾ ബാലചന്ദ്രനെ നോക്കി. ബാലൻ വടികുത്തി എഴുന്നേറ്റു. അതെ, ഞാൻ തന്നെ. ചത്തില്ല. നിനക്കെന്താ ഇവിടെ കാര്യം? ഇറങ്ങി വെളിയിൽ. ഗിരീഷ് പാക്കറ്റുകൾ മേശപ്പുറത്ത് വെച്ചിട്ട് ബാലനെ കഴുത്തിൽ പിടിച്ച് തള്ളാനായി വന്നു. ബാലൻ വടികൊണ്ട് അയാളെ അടിച്ചു. തലങ്ങും വിലങ്ങും അയാൾ കടികെട്ടി. തലപൊട്ടി ചോരയൊഴുകി. ബാലേട്ട. ആഷ അയാളെ പിടിച്ചു നിർത്തി. തലയിലെ മുറിവിൽ കൈയമർത്തി പകച്ചു നിൽക്കുകയായിരുന്നു ഗിരീഷ് ചോപ്ര. ബാലൻ വിറയ്ക്കുകയായിരുന്നു. ഇവളെന്റെ പെണ്ണ, ഞാനിവളെ കെട്ടും. ബാലചന്ദ്രൻ വടിയൊന്നി നിന്നു. ഗിരീഷിന്റെ മുഖമാകെ നനച്ചുകൊണ്ട് ഒഴുകിയ ചോര ഷർട്ടിലേക്കും തറയിലേക്കും വീണു. ബാലൻ മുന്നോട്ടു നടന്ന് വാതിൽ വലിച്ചു തുറന്നു. മുറിയിലേക്ക് വന്ന ശേഖരപിള്ളയുടെയും മഹേഷ് കുമാറിന്റെയും മുന്നിലേക്കാണ് അയാൾ ഇറങ്ങിയത്. അവൻ വീണ്ടും വന്നു. അവർ ബാലചന്ദ്രനെ കലിയോടെ നോക്കി. അപ്പോൾ പിന്നിൽ ചോര ഒലിപ്പിച്ചു നിൽക്കുന്ന ഗിരീഷ് ചോപ്രയെ കണ്ടു. മഹേഷ് കുമാർ മുന്നോട്ട് കുതിച്ചു. ബാലചന്ദ്രൻ ഒറ്റക്കാലിൽ നിന്നിട്ട് ഊന്നുവടി ഉയർത്തി. അരുതേ!
ആശാദേവിയുടെ നിലവിളി പിന്നിൽ നിന്നും കേട്ടു. അധ്യായം 20. മഹേഷ് കുമാർ മുന്നോട്ട് വന്നാൽ അടിക്കാൻ തയ്യാറായാണ് ബാലചന്ദ്രൻ നിന്നത്. ഒറ്റക്കാലിൽ നിന്ന് അയാൾ ഇരുമ്പ് വടി മുന്നോട്ട് നീട്ടി. വടിയുടെ അറ്റത്ത് മുട്ടാറായ മട്ടിൽ മഹേഷ് കുമാർ നിന്നു. സൂക്ഷിച്ചു വേണം അടുത്തു വരാൻ, ബാലചന്ദ്രൻ മുന്നറിയിപ്പ് കൊടുത്തു. ഗിരീഷ് ചോപ്ര പുറത്തേക്ക് വന്നു. ആശാദേവി വാതിലിൽ പിടിച്ചു നിന്നതേയുള്ളൂ. ശേഖരപിള്ള മകനെ തള്ളി മാറ്റിയിട്ട് ബാലചന്ദ്രന്റെ അടുത്തേക്ക് വന്നു. നിന്റെ കാലൊടിക്കാതെ വിട്ടതാ ഞാൻ ചെയ്ത തെറ്റ്, അയാൾ പറഞ്ഞു. എന്നോട് കാണിച്ച കാരുണ്യം എന്തുകൊണ്ട് നിങ്ങൾ സ്വന്തം മകളോട് കാണിച്ചില്ല? ബാലചന്ദ്രൻ ചോദിച്ചു. മനുഷ്യഹൃദയമുള്ളവരാരും അത് ചെയ്യില്ല. മുറിവേൽപ്പിക്കപ്പെടാത്ത ഒരിടമെങ്കിലും ആശയുടെ ശരീരത്തിലുണ്ടോ? ഈ റാസ്കലും ഇവന്റെ തള്ളയുണ്ടല്ലോ ഒരു വേശ്യ, അവരുമല്ലേ അതിന് കാരണക്കാർ? മഹേഷ് കുമാറിനെ കൈചൂണ്ടി ബാലചന്ദ്രൻ ചോദിച്ചു. തന്റെ അമ്മയെപ്പറ്റി പറഞ്ഞു കേട്ടപ്പോൾ മഹേഷിന് സഹിക്കാനായില്ല. എടാ, അയാൾ മുന്നോട്ട് ചാടി വന്നു. ബാലചന്ദ്രൻ മഹേഷിന്റെയും ശേഖരപിള്ളയുടെയും നേരെ വടി വീശി. അവർ മുന്നോട്ട് വന്നില്ല. അച്ഛാ, പോലീസിനെ വിളിക്ക്, കണ്ടോ ഇവൻ ഗിരീഷിന്റെ തല പൊട്ടിച്ചിരിക്കുന്നത്? മഹേഷ് ഗിരീഷ് ചോപ്രയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ബാലചന്ദ്രൻ വടി ശേഖരപിള്ളയുടെ കീഴ്ത്താടിയിൽ മുട്ടിച്ചുകൊണ്ട് പറഞ്ഞു. താനിതിന് അനുഭവിക്കും, നോക്കിക്കോ. ബാലചന്ദ്രൻ ഇടനാഴിയിലൂടെ നടന്നുപോയി. അവിടെ നോക്കി നിന്ന ആളുകൾ മാറി നിന്നു. മഹേഷ് അയാളുടെ പിന്നിലേക്ക് കുതിച്ചു ചെല്ലാൻ തുടങ്ങിയപ്പോൾ ഗിരീഷ് തടഞ്ഞു. ഇപ്പോൾ വേണ്ട, സമയമായിട്ടില്ല. മഹേഷ് ഒന്ന് തണുത്തു. എന്നെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോ, എനിക്ക് തലകറക്കുന്നത് പോലെ തോന്നുന്നു. മഹേഷ് ഗിരീഷ് ചോപ്രയെ പിടിച്ചുകൊണ്ടുപോയി. അച്ഛൻ തന്റെ നേരെ വിറച്ചുകൊണ്ട് വരുന്നത് കണ്ട ആശാദേവി വാതിൽക്കൽ നിന്ന് പിന്നോട്ട് മാറി. എന്തിനാടി ആ തെണ്ടി ഈ മുറിയിൽ വന്നത്? മുറിയിൽ കയറി ശേഖരപിള്ള മകളുടെ നേരെ വിരൽ ചൂണ്ടി. എനിക്കറിയില്ല. ബാലൻ വന്നയുടനെ ഗിരീഷും വന്നു. ആശ പറഞ്ഞു. എന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. ഇനി അവൻ നിന്നെ കണ്ടുവെന്ന് ഞാൻ അറിഞ്ഞാൽ അന്ന് നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. പിന്നെ ധർമ്മക്കാരെ പോലെ തെരുവിലൂടെ തെണ്ടി നടക്കേണ്ടി വരും നീ. അച്ഛൻ എന്തിനാ എന്നെ ഒരു ശത്രുവിനെ പോലെ കാണുന്നത്? നീ ധിക്കാരം കാണിച്ചിട്ട്? ഞാനൊരു ധിക്കാരവും കാണിച്ചിട്ടില്ല. അത് നിനക്ക് മാത്രം തോന്നിയാൽ മതിയോ? നീ ആരെ പ്രേമിക്കണം, ആരെ കെട്ടണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. അപ്പോൾ എനിക്കൊരു സ്വാതന്ത്ര്യവുമില്ലേ? ആ കാര്യത്തിലില്ല. എന്താ അച്ഛന്റെ ഉദ്ദേശം? അത് സമയമാകുമ്പോൾ ഞാൻ പറയാം. ബാലചന്ദ്രനെ പറ്റി എന്തെങ്കിലും ആഗ്രഹം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് ഉപേക്ഷിച്ചേരെ. മൂത്ത് വന്നാൽ അവനെ ഞാൻ ചുട്ടുകളയും. എനിക്കതിനെ മടിയില്ലെന്ന് നിനക്കറിയാമല്ലോ. മകളുടെ കണ്ണുകളിൽ തറപ്പിച്ചു നോക്കി ദൃഢസ്വരത്തിൽ ശേഖരപിള്ള പറഞ്ഞു. ആശാദേവി ഭയന്നുപോയി. 1.5 മാസം കഴിഞ്ഞു. ഫൈനൽ ഇയർ എക്സാം കഴിഞ്ഞ ദിവസം ആശാദേവി ബാലചന്ദ്രനെ കണ്ടു പറഞ്ഞു. കല്യാണത്തിന് വരണം. ആരുടെ? ബാലചന്ദ്രൻ ഉത്കണ്ഠയോടെ ചോദിച്ചു. എന്റെ തന്നെ. എക്സാം കഴിഞ്ഞ ഉടനെ ഗിരീഷ് ചോപ്രയുമായുള്ള വിവാഹം നിശ്ചയിക്കുമെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. ആശാദേവി സമ്മതിച്ചോ? അയാൾക്ക് പരിഭ്രമമായി. എന്റെ സമ്മതം അവർക്കാവശ്യമില്ല. എന്തക്രമമാണിത്? അതെ, അക്രമം തന്നെ. എന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എവിടേക്കെങ്കിലും വിളിച്ചുകൊണ്ടു പോകൂ. ആശ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി. എന്റെ അമ്മ, ഞങ്ങളുടെ കൊച്ചുകൂര, നമ്മൾ എവിടേക്ക് പോകും? അതെനിക്കറിയില്ല. ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ, അല്ലാതെ നമ്മളെങ്ങനെ ജീവിക്കും? എങ്ങനെയെങ്കിലും ജോലി കിട്ടി കല്യാണം കഴിക്കാൻ വേറെ പെണ്ണ് നോക്കണം. ആഷേ, എന്റെ അവസ്ഥ നീ എന്തുകൊണ്ടാണ് ആലോചിക്കാത്തത്? എന്റെ പാവം അമ്മയെ ഉപേക്ഷിച്ചു പോകണമെന്നാണോ? അങ്ങനെ ചെയ്താൽ ആ നിമിഷം എൻ്റെ അമ്മ ആധി കയറി ചങ്കുപൊട്ടി മരിക്കും. പിന്നെ ആജീവനാന്തം ആ ചിന്ത എന്നെ വേട്ടയാടും. ഞാൻ എൻ്റെ അവസ്ഥയാണ് പറഞ്ഞത്, ആശാദേവി പറഞ്ഞു. പണത്തിന് പണം, ബംഗ്ലാവിന് ബംഗ്ലാവ്, കാറിന് കാറ്, ഫാക്ടറിക്ക് ഫാക്ടറി, അങ്ങനെ എന്തൊക്കെയാണ് ഗിരീഷ് ചോപ്ര വാഗ്ദാനം ചെയ്തതെന്ന് അറിയാമോ? ബാലചന്ദ്രൻ അവളെ മിഴിച്ചു നോക്കി. പക്ഷേ എനിക്കതൊന്നും വേണ്ട. എനിക്ക് നിങ്ങളെ മാത്രം മതി. നിങ്ങളെ കിട്ടാതെ വന്നാൽ എന്റെ അമ്മ മരിച്ച മുറിയിൽ ഞാൻ സ്വയം കത്തിച്ചാവും. എന്റെ ചാരം മാത്രമേ ആ പാപികൾക്ക് കിട്ടുകയുള്ളൂ. അത് കേട്ട് ബാലചന്ദ്രന്റെ കണ്ണുകൾ നിറഞ്ഞു. 2 തുള്ളി കണ്ണുനീർ കവളിലൂടെ ഒലിച്ചു വീണു. എന്റെ മനസ്സ് നിറയെ നിങ്ങളാണ്. നിങ്ങൾക്കെന്നെ സ്വീകരിക്കാം, തള്ളിക്കളയാം. എനിക്ക് വേണ്ടത് ഒരു ഭീരുവിനെയല്ല, ധീരനായ പുരുഷനെയാണ്. അവൾ തിരിഞ്ഞു നടന്നു. ബാലചന്ദ്രന്റെ കണ്ണുകളിൽ ഇരുട്ട് കയറി. പിറ്റേ ദിവസം രാവിലെ ഗോമതിയുടെ കൊച്ചുമകൾ ബാലചന്ദ്രന് ഒരു കുടന്ന പൂക്കൾ കൊണ്ടുവന്ന് കൊടുത്തു. അതിൽ ഒരു തുണ്ട് കടലാസിൽ എഴുതിയിരിക്കുന്നത് അയാൾ കണ്ടു. സ്നേഹപൂർവം, ആശ. അയാൾ ആ പൂക്കളിൽ മുഖമമർത്തി ചുംബിച്ചു. ഒരു ദിവസം ശേഖരപിള്ള ആശാദേവിയെ വിളിച്ചു പറഞ്ഞു. നാളെ നിന്റെ വിവാഹം ഉറപ്പിക്കുകയാണ്. ആശ നടുങ്ങിപ്പോയി. ആരുമായിട്ട്? ഗിരീഷ് ചോപ്ര. ഇതോടെ ചോപ്ര കുടുംബത്തിൽ ഞാനും നിന്റെ ചേട്ടനും ബിസിനസ് പാർട്ട്നേഴ്സ് ആകുന്നു.
നമ്മുടെ സ്ഥലത്ത് നിന്റെ പേരിൽ ഒരു ഫാക്ടറി ചോപ്ര പണിയുന്നു. നോ, ഞാനിതിന് സമ്മതിക്കില്ല. ആശ നിലവിളിച്ചു പോയി. ഞാൻ സമ്മതിച്ചു. നാളെ വിവാഹമുറപ്പിക്കും. നാളെ കഴിഞ്ഞ് ഫാക്ടറിയുടെയും നിനക്കും മഹേഷിനും വേണ്ടി പണിയുന്ന ബംഗ്ലാവുകളുടെയും മിനിയേച്ചറുകൾ എഞ്ചിനീയർ കൊണ്ടുവരും. അച്ഛൻ ശക്തമായ ശബ്ദത്തിൽ പറഞ്ഞത് കേട്ടപ്പോൾ ഹൃദയത്തിന് മുകളിൽ ഒരു ഭാരം കയറ്റിവെച്ചതുപോലെ ആശാദേവിക്ക് തോന്നി. അത് കണ്ടു കഴിയുമ്പോൾ നിന്റെ ഈ എതിർപ്പൊക്കെ മാറും. നിനക്ക് സ്വർഗമാ മോളെ കിട്ടുന്നത്. അച്ഛൻ മുഴുവിപ്പിക്കുന്നതിന് മുമ്പ് അവൾ നിലവിളിച്ചു. നോ, ഞാൻ അയാളെ കെട്ടില്ല. എന്റെ ശവം പോലും നിങ്ങൾക്ക് കിട്ടില്ല. എന്നെ വിറ്റ് നിങ്ങൾ പണം നേടുകയാണ്. ശേഖരപിള്ള എഴുന്നേറ്റ് അവളുടെ കരണത്തൊന്ന് പൊട്ടിച്ചു. പതുക്കെ, ഇത് കല്യാണ വീടാണ്. നിന്നെ ഞങ്ങൾ വിൽക്കുകയാ. എനിക്കും അതറിയാം. ചോപ്രയുടെ പണം ഇവിടേക്ക് വരണമെങ്കിൽ അതേ മാർഗമുള്ളൂ. നിന്നെ ഗിരീഷിന് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഭാഗ്യം. വേറെ ഈ നാട്ടിൽ പെണ്ണുങ്ങളില്ലേടി. ഒരുത്തനെ പ്രേമിച്ച നിന്നെ കെട്ടാൻ അവൻ തയ്യാറാണ്. അതവന്റെ നല്ല മനസ്സുകൊണ്ടാ. എത്ര പെൺകുട്ടികളെ അവൻ വഴിയാധാരമാക്കിയിട്ടുണ്ടെന്ന് അച്ഛൻ അറിയാമോ? തെമ്മാടികളും വേശ്യകളുമാണ് അവന്റെ കൂട്ട്. ആശ ചൊടിച്ചു. അറിയാം. നീ മനസ്സ് വെച്ചാൽ ചോപ്രയുടെ പണമെല്ലാം നിന്റെ കയ്യിലാവും. എനിക്കവന്റെ പണം വേണ്ട. എന്നാൽ എനിക്ക് വേണം. മുഖത്ത് വന്ന മഹാലക്ഷ്മിയെ തൂത്തുകളയുന്നത് കണ്ടില്ലേ? ധിക്കാരി. ചിറ്റമ്മ അവിടേക്ക് വന്നു. മഹാലക്ഷ്മിയല്ല, നിങ്ങളെപ്പോലൊരു ചെകുത്താൻ. കഴിവരുടെ മോളെ ധിക്കാരം പറയുന്നു. ശേഖരപിള്ള ആശാദേവിയെ വീണ്ടും തല്ലി. പിന്നെ വലിച്ചിഴച്ച് കൊണ്ടുപോയി മുറിയിലിട്ടടച്ചു. ഇവിടെ നിന്ന് നീ പുറത്തിറങ്ങില്ല. ചാവാമെന്നൊന്നും കരുതണ്ട. രാവും പകലും നിന്റെ ചുറ്റും കാവലുണ്ട്. അയാൾ വാതിലടച്ച് കുറ്റിയിട്ടു. ആശയുടെ സമ്മതമില്ലാതെ വിവാഹമുറപ്പിച്ചു. ശേഖരപിള്ള ഗിരീഷ് ചോപ്രയെ രഹസ്യമായി വിളിച്ചു പറഞ്ഞു. മോനെ, ആശ അല്പം ഉടക്കില. സാരമില്ലെങ്കിലേ, വിവാഹം കഴിയുമ്പോൾ എല്ലാം ശരിയാകും. ഹണിമൂൺ കാശ്മീരിലാക്കാനാണ് എന്റെ പ്ലാൻ. 1 മാസം അവിടെ താമസിക്കുമ്പോൾ ആശാദേവിയുടെ മനസ്സ് മാറും. എനിക്കറിയാം. ഗിരീഷ് ചോപ്ര പറയുന്നത് ആശ കേട്ടു. എല്ലാം മോന്റെ ഇഷ്ടം. അച്ഛന്റെ വിധേയസ്വരം. നഗരത്തിലെ പ്രശസ്തമായ ഹോട്ടൽ, ബാർ. ഗിരീഷ് ചോപ്ര തന്റെ 4-5 സുഹൃത്തുക്കളെയും കൂട്ടി മദ്യപിക്കുകയായിരുന്നു. വിവാഹമുറപ്പിന്റെ ആഘോഷം. ഒരു മുഴുവൻ കുപ്പി മദ്യം അവർ മിക്കവാറും തീർത്തിരുന്നു. എന്നാലും ആശാൻ എങ്ങനെ ആ സുന്ദരിയെ അടിച്ചെടുത്തു? ഒരുവൻ കോഴി ഫ്രൈ കടിച്ചു തിന്നുന്നതിനിടയിൽ ചോദിച്ചു. അവളെന്റെ സ്വപ്നമായിരുന്നടാ. എന്ത് വില കൊടുത്തും ഞാൻ അവളെ സ്വന്തമാക്കും. കുടിക്കട ആളിയ, 2 ലാർജ് കൂടി. ഇന്നെനിക്ക് ഏറെ സന്തോഷമുള്ള ദിവസമാണ്. അവളുടെ കാമുകനുണ്ടല്ലോ, ആ തെണ്ടി, അവൻ പോയി ചാവട്ടെ. പറഞ്ഞു തീർന്നതും ഗിരീഷ് ചോപ്രയുടെ മുഖത്ത് ഒരടി വീണതും ഒരുമിച്ചായിരുന്നു. എല്ലാവരും നടുങ്ങി മുഖമുയർത്തി. ബാലചന്ദ്രൻ. അയാൾ മദ്യക്കൊപ്പി കടന്നെടുത്ത് മേശമേലടിച്ച് പൊട്ടിച്ചു. ഗിരീഷിനെ കുത്താൻ തുടങ്ങിയപ്പോൾ ആരോ തട്ടിക്കളഞ്ഞു. ഗിരീഷിനെ കസേരയോടെ ചവിട്ടി മറിച്ചിട്ടുകൊണ്ട് അയാൾ അലറി. എടാ, എന്റെ പെണ്ണ ആശ. അവളെ പ്രേമിച്ചത് നേരാണെങ്കിൽ ഞാൻ അവളെ കെട്ടുകയും ചെയ്യും. പെട്ടെന്ന് ഗിരീഷിന്റെ കൂട്ടുകാർ ബാലനെ വളഞ്ഞു. തങ്ങളിലൊരുവനെ തല്ലിയിട്ട് അയാൾ വെറുതെ പോകാൻ അവരനുവദിച്ചില്ല. പൊരിഞ്ഞ യുദ്ധമായിരുന്നു പിന്നെ. ബാറിലെ ഉപകരണങ്ങളും കുപ്പികളുമെല്ലാം നിമിഷനേരം കൊണ്ട് തകർന്നു. മറ്റു കുടിയന്മാർ ജീവനും കൊണ്ടോടി. അരമണിക്കൂർ കഴിഞ്ഞ് യുദ്ധം തീരുമ്പോൾ ഗിരീഷ് ചോപ്രയും കൂട്ടുകാരും തകർന്ന മേശയുടെ ഇടയിൽ കിടക്കുകയായിരുന്നു. എടാ, ഇനി നീ അവളെ ചിന്തിച്ചാൽ അന്ന് നിന്നെ ഞാൻ കൊല്ലും, ഓർത്തോ. മുന്നറിയിപ്പ് കൊടുത്തിട്ട് വേച്ച് ബാലചന്ദ്രൻ പുറത്തിറങ്ങി. ഗിരീഷ്, പോലീസിനെ വിളിക്കട്ടെ? നിലത്ത് കിടന്ന കൂട്ടുകാരൻ എഴുന്നേൽക്കുന്നതിനിടയിൽ ചോദിച്ചു. വേണ്ട, ഈ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം, ഗിരീഷ് പറഞ്ഞു. രാത്രി. ഗാഠനിദ്രയിലായിരുന്നു ബാലചന്ദ്രൻ. ചൂടും പുകയും അയാൾക്ക് അനുഭവപ്പെട്ടു. ശ്വാസം കഴിച്ചപ്പോൾ പുക അകത്തേക്ക് ചെന്നു. ശക്തിയായി തുമ്മിക്കൊണ്ടാണ് കണ്ണു തുറന്നത്. കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചം കണ്ണിലേക്ക് വീണു. തന്റെ വീട് കത്തി എരിയുന്നു. അയാൾ പിടഞ്ഞെഴുന്നേറ്റു. ചുറ്റും തീ. മേൽക്കൂര കത്തി എരിയുന്നു. ഓല കത്തി കുറെ ഭാഗം താഴേക്ക് വീണപ്പോൾ ബാലചന്ദ്രൻ ഒഴിഞ്ഞു മാറി. അയാൾ കിടന്ന പായിലേക്കാണ് വീണത്. ബെഡ്ഷീറ്റിന് തീ പിടിച്ചു. ബാലചന്ദ്രൻ പരിഭ്രാന്തനായി വാതിൽ തുറന്ന് പുറത്തിറങ്ങി. തന്റെ വീട് ഒരു വലിയ പന്തം പോലെ കത്തി അമരുന്നത് കണ്ട് ബാലചന്ദ്രൻ നിലവിളിച്ചു പോയി. എങ്ങനെയാണ് തീ പിടിച്ചത്? അയാൾ ചുറ്റും നോക്കി. അപ്പോൾ തീയുടെ ചുവന്ന വെളിച്ചത്തിൽ ഒരാൾ നിൽക്കുന്നത് കണ്ടു. ഗിരീഷ് ചോപ്ര. അയാൾ ക്രൂരമായി ചിരിച്ചപ്പോൾ ആ തേറ്റപ്പല്ലുകൾ കണ്ടു. എതിരാളികളുടെ മുന്നിൽ അവൻ പ്രദർശിപ്പിക്കുന്ന ക്രൂരഭാവം. എടാ ദ്രോഹി, എന്റെ വീട്. ബാലചന്ദ്രൻ അവന്റെ നേരെ കുതിക്കാൻ തുടങ്ങുമ്പോൾ പിന്നാലെ തീയിൽ നിന്ന് നിലവിളി കേട്ടു. അമ്മ.
തീക്കടുത്തുകൂടി അമ്മയോടുന്നു. മറ കത്തിയെരിഞ്ഞു വീണു. ഒരു തീപ്പന്തം പോലെ അമ്മ പുരയ്ക്കകത്തു കൂടി ഓടുന്നത് കണ്ടയാൾ തീയിലേക്ക് ചാടി വീണു. പെട്ടെന്ന് അയാളുടെ മുന്നിലേക്ക് മേൽക്കൂര കത്തിയമർന്ന് വീണു. ആ തീനാളങ്ങൾക്കിടയിൽ കിടന്ന് അമ്മ പിടയുന്നത് കണ്ടപ്പോൾ ഹൃദയം പൊട്ടുമാർ ഉച്ചത്തിൽ നിലവിളിച്ചു, അമ്മേ. അമ്മയുടെ തലമുടിയും മാംസവും കത്തുന്ന ഗന്ധം അയാൾക്ക് അനുഭവപ്പെട്ടു. വലതുവശത്തെ മറ ഒരു പൊട്ടിത്തെറിയോടെ അയാളുടെ നേരെ മറിഞ്ഞു വീണു. ശക്തിയായ പുകയടിച്ചപ്പോൾ കണ്ണു കാണാൻ കഴിഞ്ഞില്ല. ശ്വാസം മുട്ടി. തന്റെ വസ്ത്രത്തിന് തീ പിടിച്ചിരിക്കുന്നത് കണ്ട് ബാലചന്ദ്രൻ മുറ്റത്തേക്ക് ചാടി. അയാൾ മുറ്റത്തെ മണലിൽ കിടന്നു ഉരുണ്ടു. അമ്മ കത്തിയിരിയുന്ന ഗന്ധം അയാൾക്ക് അനുഭവപ്പെട്ടു. എന്റെ അമ്മേ. മുറ്റത്ത് കിടന്ന് ഉരുണ്ടുകൊണ്ടിരുന്ന ബാലചന്ദ്രൻ എഴുന്നേറ്റ് ഗിരീഷ് ചോപ്രയുടെ നേരെ പാഞ്ഞു ചെന്നു. അവനെ കുത്തിക്കൊല്ലാനായി കത്തിയെരിയുന്ന ഒരു വാരി വലിച്ചെടുത്തുകൊണ്ട് അഗ്നിസ്ഫുല്ലിംഗങ്ങൾ ഉതിർത്തുകൊണ്ട് ആ തീ ഇരുട്ടിൽ തിളങ്ങി. എടാ ചെകുത്താനെ. പിന്നിൽ നിന്നും ബാലചന്ദ്രന്റെ തലയ്ക്കൊരടി കെട്ടി. കത്തുന്ന വാരി അയാളുടെ കയ്യിൽ നിന്ന് താഴെ വീണു. ബാലചന്ദ്രൻ പിന്നോട്ട് മറിഞ്ഞു വീണ് കിടന്ന് പിടച്ചു 4 പ്രാവശ്യം. പിന്നെ ആ ചലനങ്ങൾ നിലച്ചു. മാംസം കരിഞ്ഞ ഗന്ധം അപ്പോഴും വായുവിൽ പരക്കുന്നുണ്ടായിരുന്നു. അധ്യായം 21. രാവിലെയാണ് ആശാദേവി വിവരമറിഞ്ഞത്. കേട്ടപാടെ അവൾ മതിലിനടുത്തേക്ക് കുതിച്ചു. അപ്പുറത്ത് ബാലചന്ദ്രന്റെ വീടിരുന്നിടത്ത് ചാരക്കൂമ്പാരം. കത്തിക്കരിഞ്ഞ ഉത്തരവും കഴിക്കോലുകളും കാണാം. കത്തിദ്രവിച്ച ഒരു തലയോടിന്റെ അല്പഭാഗം ചാരത്തിനിടയിൽ കണ്ടു. അയൽക്കാരും പോലീസുകാരും കൂട്ടം കൂടി നിൽക്കുന്നു. തന്റെ ബാലനെ കൊന്നു. എന്റെ ഈശ്വര. ആശാദേവി ബോധമറ്റ് വീണു. അവൾക്ക് കാവൽ നിന്നിരുന്നവർ അവളെ വീട്ടിലേക്ക് എടുത്തുകൊണ്ടുപോയി. സമനില തെറ്റിയ പോലെയാണ് ആശാദേവി മയക്കം വിട്ടുണർന്നത്. അച്ഛനും ചേട്ടനും ചിറ്റമ്മയും കാവലുണ്ടായിരുന്നു. അവരുടെ സംസാരത്തിൽ നിന്നും ആശാദേവി ഒരു കാര്യം മനസ്സിലാക്കി. ബാലചന്ദ്രന്റെ അമ്മയാണ് തീയിൽ കത്തിയെരിഞ്ഞത്. ബാലൻ മരിച്ചിട്ടില്ല. അയാൾ ഹോസ്പിറ്റലിലാണ്. കൊന്നു തിന്നില്ലേ നിങ്ങൾ? ഇപ്പോൾ തൃപ്തിയായില്ലേ? ആശാദേവി അച്ഛന്റെയും മഹേഷ് കുമാറിന്റെയും ചിറ്റമ്മയുടെയും മുഖത്ത് മാറി മാറി നോക്കി. മോളെ, നീ കരുതുന്നത് പോലെ ആരും തീ വെച്ചതല്ല. എങ്ങനെയോ അപകടത്തിൽ ആ വീടിന് തീ പിടിച്ചതാണ്. ശേഖരപിള്ള പറഞ്ഞു. കള്ളം, ശുദ്ധ നുണ. ആശയത് വിശ്വസിച്ചില്ല. നിങ്ങളോ ഗിരീഷ് ചോപ്രയോ അറിയാതെ അത് സംഭവിക്കില്ല. ജീവനോടെ കത്തിയെരിച്ചില്ലേ നിങ്ങൾ ബാലേട്ടന്റെ അമ്മയെ? ആരടി നിന്റെ ബാലേട്ടൻ? മഹേഷ് ദേഷ്യപ്പെട്ടു. നീ അടുത്തയാഴ്ച ഗിരീഷിന്റെ ഭാര്യയാകേണ്ടവളാണ്. എന്റെ ശവമേ അവന് കിട്ടുകയുള്ളൂ. മോളെ, നീ ആരോട് അധികാരം പറയുന്നത്? ആനന്ദവല്ലി ഇടപെട്ടു. ചേട്ടനും അച്ഛനും മോളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. മോൾ അനുസരിക്കുകയല്ലേ വേണ്ടത്. ആശ തിരിഞ്ഞ് അവരെ നോക്കി. ഇതെന്റെ വീടാണ്. എന്റെ അമ്മയുടെ വീട്. നിങ്ങളെന്നെ ഭരിക്കാനൊന്നും വരണ്ട. നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോ. ആശ മുഖത്ത് നോക്കി ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ ആനന്ദവല്ലി പകച്ചുപോയി, മുഖത്തടിയേറ്റതുപോലെ. അച്ഛൻ തന്റെ നേരെ തിരിയുന്നതിന് മുമ്പവൾ മുറിയിലേക്ക് പോന്നു. ഗോമതിയുടെ സഹായത്തോടെ ആശ ബാലനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലിനെ പറ്റി അറിഞ്ഞു. ഉച്ച കഴിഞ്ഞ് എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് അവൾ ഹോസ്പിറ്റലിലെത്തി. ഏതാണ് ബാലചന്ദ്രന്റെ മുറി? അവൾ റിസപ്ഷനിൽ അന്വേഷിച്ചു. വലതുവശത്ത് 12-ാം നമ്പർ. കേൾക്കാത്ത താമസം അവൾ അവിടേക്ക് പാഞ്ഞു. ബാലേട്ട. വാതിൽ തള്ളി തുറന്ന് അവൾ അകത്തേക്ക് ചെന്നു. ബെഡിൽ കിടക്കുകയായിരുന്നു ബാലചന്ദ്രൻ. ബോധം മറഞ്ഞ പോലെ കണ്ണടച്ച് കിടക്കുകയായിരുന്നു അയാൾ. ശബ്ദം കേട്ട് കണ്ണു തുറന്നു. ആശ. അയാളുടെ മുഖത്ത് പ്രകാശത്തിന്റെ മിന്നായമുണ്ടായി. ആശ ആ ബെഡിൽ കുതിച്ചെത്തുന്നതിന് മുമ്പ് വാതിൽ തള്ളി തുറന്ന് മഹേഷ് അകത്ത് കടന്നു. അയാൾ ആശയെ ബലമായി പിടിച്ചുകൊണ്ടുപോയി. അവിടെ വേറെയും ആളുകൾ ഉണ്ടായിരുന്നു. വിടൂ, എന്നെ വിടൂ. ആശാദേവി പിടഞ്ഞു, കുതറി. അവർ അവളെ പിടിച്ചുകൊണ്ടുപോയി. കാറിൽ വീട്ടിലേക്ക് ബലിയാടിനെ പോലെ കൊണ്ടുപോകുമ്പോൾ ആശ ബാലന്റെ കത്തിയ വീടിനടുത്ത് ആൾക്കൂട്ടം കണ്ടു. അച്ഛൻ പോലീസുകാർക്കും മറ്റും നിർദ്ദേശം കൊടുക്കുന്നു. കരപ്രമാണിമാരുമുണ്ട്. ആശയെ മഹേഷ് മുറിയിലടച്ചു. അയാളുടെ കൂടെയുണ്ടായിരുന്ന 2 പേർ അവിടെ കാവൽ നിന്നു. വൈകുന്നേരമാണ് എഞ്ചിനീയർ വന്നത്. സ്വീകരണ മുറിയിലെ മേശമേൽ 3 മിനിയേച്ചറുകൾ വെച്ചു. ഒരു ഫാക്ടറി. ഗിരീഷ് ചോപ്രയ്ക്കും ആശാദേവിക്കും താമസിക്കാൻ ഒരു ബംഗ്ലാവ്. മഹേഷ് കുമാറിന് ഒരു ബംഗ്ലാവ്. അത്യാധുനിക ഡിസൈനാണ് അതിനുണ്ടായിരുന്നത്. എഞ്ചിനീയർ പോയി കഴിഞ്ഞ് രാത്രിയിൽ അച്ഛനും മകനും ചിറ്റമ്മയും ആ മിനിയേച്ചറുകളുടെ സൗന്ദര്യം ആസ്വദിക്കുന്നത് ആശ കണ്ടു. അവൾക്ക് ജനലിനടുത്ത് നിന്നാൽ എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യാമായിരുന്നു.
ഇതിനെല്ലാം പണം മുടക്കുന്നത് ചോപ്രയാ. എന്ത് ചെലവ് വരും മോനെ? അച്ഛൻ മഹേഷിന്റെ നേരെ നോക്കി. 50 ലക്ഷത്തിന് മുകളിൽ വരും. 50 ലക്ഷമോ? ഭഗവാനെ! ചിറ്റമ്മ അന്തം വിട്ടു നിൽക്കുന്നു. കണ്ടോ മോളെ, ഇത് നിന്നെ മാത്രം ഓർത്ത് ചോപ്ര മുടക്കുന്നതാണ്. എല്ലാം മോളുടെ ഭാഗ്യം. നീ ഇതൊന്ന് വന്ന് നോക്കിക്കേ മോളെ. ചിറ്റമ്മ ആശയെ ക്ഷണിച്ചു. അവൾ അവിടേക്ക് ചെന്നു. വളരെ മനോഹരമായിരിക്കുന്നല്ലോ, അവൾ അഭിപ്രായപ്പെട്ടു. അതേ മോളെ, നമുക്ക് സ്വപ്നം കാണാൻ പറ്റുമോ മോളെ ഇതൊക്കെ? ഫാക്ടറിയുടെ ഷെയറുകൾ നിനക്കും മഹേഷിനുമാണ്, അച്ഛൻ ഉത്സാഹത്തോടെ പറഞ്ഞു. പണമെന്ന് കേൾക്കുമ്പോൾ പെണ്ണുങ്ങൾ മയങ്ങുമെന്ന് അയാൾക്കറിയാം. ചോപ്രയുടെ കയ്യിൽ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണമുണ്ട് മോളെ. അയാൾക്കുള്ളതെല്ലാം മകൻ ഗിരീഷ് ചോപ്രയ്ക്കാ എന്ന് പറഞ്ഞാൽ ഇനി മോൾക്കുള്ളത്. ആശ ആ മിനിയേച്ചറുകളെ മാറി മാറി നോക്കി. ആനന്ദവല്ലിയും ശേഖരപിള്ളയും കണ്ണിൽ കണ്ണിൽ നോക്കി. അവളുടെ മനസ്സ് മാറിയെന്ന മട്ടിൽ അവർ കണ്ണിറുക്കി. മഹാഭാഗ്യമല്ലേ വന്നിരിക്കുന്നത്. എന്റെ ചോരയും അസ്ഥികളുമല്ലേ അച്ഛ ഈ മണിമാളികകളുടെ അടിയിലുള്ളത്. ആശ തിരിഞ്ഞ് ശേഖരപിള്ളയെ നോക്കി. അയാൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. ആശ ഒരു വീടിന്റെ മിനിയേച്ചർ എടുത്ത് തറയിൽ എറിഞ്ഞുടച്ചു. പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ കഷ്ണങ്ങൾ ചിതറിത്തെറിച്ചുപോയി. ആശേ! ശേഖരപിള്ളയും ആനന്ദവല്ലിയും ഒരു നടക്കത്തോടെ വിളിച്ചു. എന്നെ വിറ്റ് നിങ്ങൾ അങ്ങനെ സുഖിക്കണ്ട. ആരും കൊട്ടാരത്തിൽ താമസിക്കണ്ട. അവൾ പിത്തള കൊണ്ടുള്ള ഒരു ഫ്ലവർ വേഴ്സ് എടുത്ത് മറ്റു 2 മിനിയേച്ചറുകളും തല്ലിയുടച്ചു കളഞ്ഞു. സമനില തെറ്റിയ പോലെ അവൾ ഫ്ലവർ വേഴ്സ് ആഞ്ഞടിക്കുകയായിരുന്നു. മേശ പോലും പൊട്ടിത്തകർന്നു പോകുമെന്ന് ആനന്ദവല്ലിക്ക് തോന്നി. അവർ നിലവിളിച്ചു. അയ്യോ, അവൾക്ക് ഭ്രാന്ത് പിടിച്ചു. എന്റെ ഭഗവാനെ, 50 ലക്ഷമാ അവള് തകർത്തേ. എടാ മഹേഷേ, അവളെ പിടിക്കടാ. അതെ, എനിക്ക് ഭ്രാന്ത. ആശ അലറിക്കൊണ്ട് ഫ്ലവർ വേഴ്സ് ചിറ്റമ്മയുടെ നേരെ വലിച്ചെറിഞ്ഞു. ഒഴിഞ്ഞു മാറിയെങ്കിലും അവരുടെ തലയിൽ കൊണ്ട് ചോരയൊഴുകി. ഭ്രാന്ത് വന്നാൽ നിന്നെ തുടലിലിടും ഞാൻ. അച്ഛൻ ആശയുടെ മുടിക്ക് ചുറ്റിപ്പിടിച്ചലറി. അതിനു മുമ്പ് നിന്റെ കല്യാണം ഞാൻ നടത്തും. അപ്പോഴേക്കും നിന്റെ ആ തെണ്ടിക്കാമുകൻ ഭൂമിക്ക് മുകളിലുണ്ടാവില്ല. അവൻ ജീവനോടെയുള്ളതാ കുഴപ്പം. ശേഖരപിള്ള ആശയുടെ മുടിയിൽ പിടിച്ച് മറുകരം കൊണ്ട് കഴുത്തിൽ അമർത്തി. നിന്റെ തള്ളയെ കൊന്നവനാ ഞാൻ. ഈ കൈകൊണ്ട് തന്നെ നിന്നെ കൊല്ലാനും എനിക്ക് മടിയില്ല. അതിനു മുമ്പ് ചോപ്രയുടെ പണം എന്റെ കയ്യിൽ വരണം. ഞാനത് വരുത്തും. നീയവനെ കെട്ടും, ഞാൻ കെട്ടിക്കും. പല്ലി ഞെരിച്ചുകൊണ്ടാണ് ശേഖരപിള്ള അത് പറഞ്ഞത്. കഴുത്തിലെ കൈ മുറുകി. ആശ കണ്ണു തുറച്ചു. ശ്വാസം കിട്ടാതെ അവൾ പിടഞ്ഞു. വല്ലാത്തൊരു ഞരക്കം അവളിൽ നിന്നുണ്ടായി. ഭയങ്കരമായ ശബ്ദത്തോടെ അടഞ്ഞുകിടന്ന വാതിൽ ഇളകി. എല്ലാവരും അവിടേക്ക് നോക്കി. ഒരു ജീപ്പ് വന്നിടിച്ചതുപോലെ വാതിൽ പാളികൾ സ്വീകരണ മുറിയിലേക്ക് തെറിച്ചു വീണു. ചോരയൊഴുകുന്ന തലയിലെ മുറിവിൽ അമർത്തിപ്പിടിച്ചു കൊണ്ടിരുന്ന ആനന്ദവല്ലി നിലവിളിച്ചു പോയി. ശേഖരപിള്ളയും മഹേഷ് കുമാറും നടുങ്ങിപ്പോയി. വാതിലടഞ്ഞ് ബാലചന്ദ്രൻ നിൽക്കുന്നു. ആശുപത്രിയിൽ നിന്ന് വന്ന വഴിയാണ്. ആശയെ മേശയുടെ നേരെ തള്ളിയിട്ട് ശേഖരപിള്ള ബാലചന്ദ്രന് നേരെ തിരിഞ്ഞു. ആശ മറഞ്ഞു വീഴാതിരിക്കാനായി മേശയിൽ പിടിച്ചുനിന്ന് കിതച്ചു. ദീർഘമായി ശ്വാസം കഴിച്ചു. അവൾക്ക് കണ്ണു കാണാൻ വയ്യായിരുന്നു. പെട്ടെന്ന് മഹേഷ് കുമാറിന്റെ സിൽബന്ധികളായ 2 പേർ ഓടി വന്നു. അവരായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് ആശയെ പിടിച്ചുകൊണ്ടുവരാൻ മഹേഷിന്റെ കൂടെ ഉണ്ടായിരുന്നത്. ഓടിവന്ന ഗുണ്ടകളുടെ നേരെ ബാലചന്ദ്രൻ തിരിഞ്ഞു. ഭയങ്കരമായ ക്രോധത്തോടെ അയാൾ മുഷ്ടി ചുരുട്ടി അവരുടെ മുഖത്തിടിച്ചു. കൂടം കൊണ്ട് ഇടിയേറ്റതുപോലെ അവർ താഴെ വീണു. അവരെ കാലുകൊണ്ട് തട്ടി മാറ്റിയിട്ട് ബാലചന്ദ്രൻ വിസിറ്റിംഗ് റൂമിലേക്ക് വന്നു. എന്നെ പച്ചയോടെ ചുട്ടുകൊല്ലാമെന്ന് നീയൊക്കെ കരുതി അല്ലേടാ? തീ പാറുന്ന കണ്ണുകളോടെ ബാലചന്ദ്രൻ ശേഖരപിള്ളയെയും മഹേഷ് കുമാറിനെയും നോക്കി. എന്റെ അമ്മയുടെ ഭസ്മം ഇനിയും അരിഞ്ഞു ചേർന്നിട്ടില്ലാത്ത ഈ മണ്ണിൽ നിന്ന് ഞാൻ പറയുന്നു. ഇവൾ, അയാൾ പകച്ചു നിൽക്കുന്ന ആശാദേവിയുടെ നേരെ കൈ ചൂണ്ടി. ആശാദേവി എന്റെ പെണ്ണാണ്. ഞാൻ അവളെ കൊണ്ടുപോകും. ഒരു റാസ്കലും ഒന്നും ചെയ്യില്ല. തടയാമെങ്കിൽ തടഞ്ഞോ. പെട്ടെന്ന് ബാലചന്ദ്രൻ പിന്നോട്ട് തിരിഞ്ഞു. അടിയേറ്റ് മറിഞ്ഞു വീണ ഗുണ്ടകൾ ബാലചന്ദ്രന്റെ മേൽ ചാടി വീഴുകയായിരുന്നു. അപ്പോൾ അവർ തറയിലെത്തുന്നതിനു മുമ്പ് അടിച്ചു തെറിപ്പിച്ചു. കതകപാളുകൾക്ക് മുകളിലേക്ക് വീണു കിടന്നവർ പിടച്ചു. ആശയ്ക്ക് ആ സംഗതികളൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മരിക്കാൻ തുടങ്ങിയ തന്റെ മനസ്സിൽ ഏതൊക്കെയോ വികൃത ചിത്രങ്ങൾ വീഴുകയാണെന്ന് അവൾക്ക് തോന്നി. മോനെ, ഇനി അവനെ വിടരുത്. ശേഖരപിള്ള മഹേഷ് കുമാറിന് മുന്നറിയിപ്പ് കൊടുത്തു.
രണ്ടുപേരും കൂടി ബാലചന്ദ്രനെ നേരിട്ടു. മഹേഷ് അടികൊണ്ട് വീണപ്പോൾ അമ്മ നിലവിളിച്ചു. ആശ തന്നെ എറിഞ്ഞ പിത്തള ഫ്ലവർ വേഴ്സ് എടുത്തുകൊണ്ട് ആനന്ദവല്ലി ബാലചന്ദ്രനെ നേരിട്ടു. അവരുടെ ഒരു വശം മുഴുവൻ ചോരയായിരുന്നു. ആനന്ദവല്ലി ഫ്ലവർ വേഴ്സ് ഓങ്ങിയടിച്ചു. ബാലചന്ദ്രൻ വലതുവശത്തു നിന്ന് വന്ന ശേഖരപിള്ളയെ അവിടേക്ക് വലിച്ചു മാറ്റി. അടികൊണ്ട് ശേഖരപിള്ളയിൽ നിന്ന് നിലവിളിയുണ്ടായി. മഹേഷ് വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റ് ഒരു കത്തിയുമായി ബാലന്റെ പിന്നിലേക്ക് കുതിച്ചു ചെല്ലുന്നത് കണ്ട് ആശാദേവി നിലവിളിച്ചു പോയി. ബാലേട്ട! പെട്ടെന്ന് കറണ്ട് പോയി. സർവത്ര അന്ധകാരം. ഇരുട്ടിൽ നിന്ന് അടിയുടെയും വീഴ്ചയുടെയും ശബ്ദങ്ങൾ, നിലവിളികൾ. എന്തു ചെയ്യണമെന്നറിയാതെ ആശ ഇരുട്ടിലേക്ക് പകച്ചു നോക്കി. പെട്ടെന്നൊരു കൈ ആശാദേവിയെ പിടിച്ചു. അവൾ നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ മറുകരം വായു പൊത്തി. കറണ്ട് വന്നു. തകർന്നുടഞ്ഞ സാധനങ്ങൾക്കിടയിൽ കിടന്ന ശേഖരപിള്ളയും മഹേഷും ഗുണ്ടകളും ആനന്ദവല്ലിയും എഴുന്നേറ്റ് ബാലചന്ദ്രനെ തിരഞ്ഞു. ആശയെ തിരഞ്ഞു. രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നില്ല. പിടിക്കിനട അവരെ, വിടരുത്! ശേഖരപിള്ള അലറി. ആശയിലൂടെ തനിക്ക് കയ്യെത്തുന്ന ദൂരത്ത് വന്ന സമ്പത്തിന്റെ സാമ്രാജ്യം നശിക്കുന്നതിനെപ്പറ്റി ചിന്തിക്കാൻ അയാൾക്ക് കരുത്തുണ്ടായിരുന്നില്ല. മഹേഷും ഗുണ്ടകളും പുറത്തേക്കിറങ്ങി. മാനത്ത് മിന്നലുണ്ടായി. മൂടിക്കെട്ടിനിന്ന മേഘങ്ങൾ പൊട്ടിച്ചിതറുന്നതുപോലെ പെയ്തു. ചെല്ലടാ വേഗം, പോലീസിൽ അറിയിക്ക്, വിടരുതവരെ! ശേഖരപിള്ള മഴയത്തേക്കിറങ്ങി നിന്ന് വിളിച്ചു പറഞ്ഞു. ശേഖരപിള്ള കൂടുതൽ ആളുകളെ വിളിച്ചു കൂട്ടി. പണം കൊടുത്ത് പോലീസിനെ സ്വാധീനിച്ചു. കണ്ടു കിട്ടുന്നിടത്ത് വെച്ച് ബാലചന്ദ്രനെ കൊല്ലാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു. രാത്രി മുഴുവൻ തിരഞ്ഞു. ആശയെയും ബാലചന്ദ്രനെയും പറ്റി ഒരു വിവരവും കിട്ടിയില്ല. രാവിലെ ശേഖരപിള്ള പോലീസ് സ്റ്റേഷനിലെത്തി. പോലീസ് കരുതലോടെ ഇരിക്കുകയായിരുന്നു. മകൾ നഷ്ടപ്പെട്ടതിനെപ്പറ്റി ശേഖരപിള്ളയ്ക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. 10 മണിയായപ്പോൾ ഒരു ഫോൺ കോൾ സർക്കിൾ ഇൻസ്പെക്ടർക്ക് കിട്ടി. ബാലചന്ദ്രനും ആശാദേവിയും രജിസ്റ്റർ കച്ചേരിയിലുണ്ട്. വിവരമറിഞ്ഞ ശേഖരപിള്ള കലികൊണ്ട് വിറച്ചു. സാർ, എത്ര പണം വേണമെങ്കിലും തരാം. അവന രജിസ്റ്റർ കച്ചേരി വിട്ട് പുറത്തിറങ്ങരുത്. അവർ പ്രായപൂർത്തിയായവരാ. വിവാഹം കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, CI പറഞ്ഞു. ശേഖരപിള്ള ഒരു കെട്ട് നോട്ടെടുത്ത് CIയുടെ മുന്നിലേക്കിട്ടു. ഇനിയും തരാം. കല്യാണം കഴിഞ്ഞതൊന്നും സാരമില്ല. അവനെ പിടിച്ച് കൊന്നു കുഴിച്ചിടണം. ഇതെന്റെ പ്രസ്റ്റീജ് പ്രശ്നമാണ്. ഗിരീഷ് ചോപ്രയുമായി ഉറപ്പിച്ചിരിക്കുന്നതാണ് അവളുടെ വിവാഹം. ചോപ്ര ആരാണെന്ന് സാറിനറിയാമല്ലോ. ശേഖരപിള്ള മുഴുവൻ പറയുന്നതിന് മുമ്പ് സർക്കിൾ ഇൻസ്പെക്ടർ നോട്ട് കെട്ടെടുത്തു. ബാലചന്ദ്രനെ അന്വേഷിച്ച് എല്ലാ ദിക്കിലേക്കും പോലീസിനെ അയച്ചിരുന്നതിനാൽ സ്റ്റേഷനിൽ 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 3 പേരെയും കൂട്ടി CI ജീപ്പിൽ കയറി. ഒരലർച്ചയോടെ അത് പാഞ്ഞുപോയി. വിവാഹം രജിസ്റ്റർ ചെയ്ത് ഓഫീസിൽ നിന്നിറങ്ങി മുറ്റത്തുകൂടി ബാലചന്ദ്രനും ആശാദേവിയും 2 സുഹൃത്തുക്കളും നടന്ന് വെളിയിലേക്കിറങ്ങുമ്പോഴാണ് പോലീസ് ജീപ്പ് അലറിപ്പാഞ്ഞ് വന്നത്. അവരുടെ മുന്നിൽ സഡൻ ബ്രേക്ക് ചെയ്ത ജീപ്പിൽ നിന്ന് CI ചാടിയിറങ്ങി. ഇറങ്ങിയ പാടെ സർക്കിൾ ഇൻസ്പെക്ടർ ബാലചന്ദ്രന്റെ മുഖം നോക്കി ഊരിടി കൊടുത്തു. വരണമാല്യം ചിതറി ചെളിയിൽ വീണു. ബാലചന്ദ്രന്റെ കൃഷ്ണമണികൾ പിന്നോട്ട് മറിഞ്ഞു. അധ്യായം 22. ബാലചന്ദ്രൻ തീരെ പ്രതീക്ഷിക്കാത്തതായിരുന്നു അത്. മകളെ കാണാതെ വരുമ്പോൾ ശേഖരപിള്ള പോലീസിന്റെ സഹായം തേടുമെന്ന് ബാലചന്ദ്രന് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ പ്രായപൂർത്തിയായ യുവതീ-യുവാക്കൾ നിയമപ്രകാരം വിവാഹം കഴിച്ചാൽ പോലീസ് അവർക്ക് സംരക്ഷണം നൽകണം. ഇടി കിട്ടിയപ്പോഴാണ് പോലീസ് തങ്ങൾക്കെതിരെയാണെന്ന് ബാലചന്ദ്രനും ആശയും മനസ്സിലാക്കിയത്. ഒരു നിമിഷം തലമരവിച്ചു പോകുന്നത് പോലെ ബാലചന്ദ്രന് തോന്നി. എടി, എന്നെ തോൽപ്പിച്ചു കളയാമെന്ന് കരുതിയോ നീ? വാടി ഇവിടെ! ശേഖരപിള്ള കലിതുള്ളി മകളുടെ അടുത്തേക്ക് വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. വിടന്നെ! ആശ ആ കൈ കുടഞ്ഞു കളഞ്ഞു. ശേഖരപിള്ള അവളുടെ കഴുത്തിൽ നിന്ന് പൂമാല വലിച്ചു പൊട്ടിച്ച് തറയിലെറിഞ്ഞു. തലേ ദിവസം രാത്രിയിലത്തെ മഴവെള്ളം അവിടെ തളം കെട്ടിക്കിടന്നിരുന്നു. അച്ഛൻ മകളുടെ വിവാഹമാല ആ ചെളിയിലിട്ട് ചവിട്ടി അരച്ചു. സാർ, ഇവർ പ്രായപൂർത്തിയായവരാണ്. നിയമപ്രകാരം വിവാഹം കഴിച്ചവരാണ്. ബാലനെ അടിച്ചത് കണ്ട കൂട്ടുകാരൻ ഇൻസ്പെക്ടറോട് പറഞ്ഞു. നീയാണോടാ എന്നെ നിയമം പഠിപ്പിക്കുന്നത്? ഇൻസ്പെക്ടർ അയാളെയും അടിച്ചു. പക്ഷേ അയാൾ ഒഴിഞ്ഞു കളഞ്ഞു. നീ ഈ പെണ്ണിനെ ബലമായി തട്ടിക്കൊണ്ടു വന്നതല്ലേടാ, കേറടാ ജീപ്പിൽ. ഇൻസ്പെക്ടർ ബാലചന്ദ്രന്റെ കഴുത്തിന് പിടിക്കാനും അടിക്കാനും മുതിർന്നു. യു ബാസ്റ്റേഡ്! ബാലൻ ആ ഓഫീസറുടെ മുഖത്ത് നോക്കി അലറി. ഇൻസ്പെക്ടർ ഒരു നിമിഷം പകച്ചു നോക്കി. തനിക്ക് ഈ മനുഷ്യൻ എത്ര പണം തന്നു? ചോദ്യവും ഇടിയും ഒരുമിച്ചായിരുന്നു.
മുഖത്തൊരു കൂടം വന്ന് പതിച്ചതുപോലെ ഇൻസ്പെക്ടർക്ക് അനുഭവപ്പെട്ടു. അദ്ദേഹം കൈകൊണ്ട് മുഖം പൊത്തി. വിരലുകൾക്കിടയിലൂടെ ചോര ചീറ്റുന്നത് ബാലനും കൂട്ടുകാരും കണ്ടു. ഇതേ സമയം ആശാദേവിയെ പിടിച്ചു വലിച്ചു കൊണ്ടിരുന്ന ശേഖരപിള്ളയുടെ പിടലിക്ക് ബാലന്റെ കൂട്ടുകാരൻ ഒരടി കൊടുത്തു. ശേഖരപിള്ള ചെളിയിൽ കുതിർന്ന പൂമാലയ്ക്ക് മുകളിലേക്ക് വീണു. തങ്ങളെ പിടിക്കാൻ മുന്നോട്ട് കുതിച്ച പോലീസുകാരെ തള്ളി മാറ്റിക്കൊണ്ട് അവരോടി. ആശയുടെ കയ്യിൽ ബലമായി പിടിച്ചിരിക്കുകയായിരുന്നു ബാലചന്ദ്രൻ. ഞൊടിയിടയ്ക്കുള്ളിൽ അവർ ഗേറ്റിന് വെളിയിലെത്തി. രക്ഷപ്പെടാനൊരു വാഹനത്തിനു വേണ്ടി റോഡിന്റെ രണ്ടറ്റത്തേക്കും അവർ ഭയപ്പാടോടെ നോക്കുമ്പോൾ ഒരു കാർ പാഞ്ഞുവന്ന് അവരുടെ മുന്നിൽ സഡൻ ബ്രേക്ക് ചെയ്തു. അതിന്റെ ഡ്രൈവർ ഭയപ്പാടോടെ തങ്ങളെ നോക്കുന്നത് കണ്ടു. പെട്ടെന്ന് പിന്നിലെ വാതിൽ തുറന്ന് ഇറങ്ങിയ മനുഷ്യനെ അവർ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഗിരീഷ് ചോപ്ര. എടീ! അയാൾ ആശയെ നോക്കി അലറി. എന്നെ ചതിക്കാമെന്ന് നീ കരുതിയോ? ആ ക്ഷണം ബാലചന്ദ്രൻ അയാളുടെ അടുത്തെത്തി മൂക്കിനൊരു ഇടി കൊടുത്തു. ഗിരീഷ് കണ്ണു തുറക്കുന്നതിന് മുമ്പ് ബാലൻ കത്തി വലിച്ചൂരി. പ്രേമിക്കാൻ അറിയാമെങ്കിൽ ഇവളെ കൊണ്ടുപോകാനും എനിക്കറിയാം. ബാലചന്ദ്രൻ ക്രോധത്തോടെ പല്ലു ഞെരിച്ചു. ഗിരീഷ് കണ്ണു തുറന്നപ്പോൾ ബാലചന്ദ്രൻ കത്തി ഉയർത്തുന്നത് കണ്ടു. എന്റെ അമ്മയെ കത്തിച്ചു കൊന്നവനല്ലേ നീ? ഈ നടുറോഡിൽ വെച്ചാവട്ടെ നിന്റെ മരണം. അത് കേട്ട് ഗിരീഷ് നിലവിളിച്ചു പോയി. ബാലൻ അയാളെ കാറിന് മുകളിലേക്ക് തട്ടിയിട്ടു. കത്തി ഉയർന്നു താഴുന്നതിന് മുമ്പ് ആശ ആ കയ്യിൽ പിടുത്തമിട്ടു. ബാലേട്ട, വേണ്ട. ഇന്ന് നമ്മുടെ വിവാഹ ദിവസമാണ്. ഇന്ന് ചോര വേണ്ട. ഈ ദിവസം പരിശുദ്ധമാണ്. ആശ ആ കയ്യിൽ പിടിച്ച് കരയുകയായിരുന്നു. ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു തിരിയുന്ന ശബ്ദം കേട്ടു. കേറിക്കോടാ, ബാലൻ കൂട്ടുകാരോട് നിർദ്ദേശിച്ചു. പിന്നെ കാൽമുട്ടുയർത്തി ചോപ്രയുടെ വയറിൽ ഒരു ഇടി കൊടുത്തു. കോളറിൽ പിടിച്ച് ശക്തിയായി റോഡിലേക്ക് വലിച്ചെറിഞ്ഞു. ഞൊടിയിടയിലാണ് ബാലൻ പ്രവർത്തിച്ചത്. വാതിൽ തുറന്ന് ആശയെ കാറിനകത്തേക്ക് തള്ളി. ഒപ്പം ചാടിക്കയറി. കത്തി ഡ്രൈവറുടെ പിൻകഴുത്തിൽ മുട്ടിച്ചു. വണ്ടി വിടടാ. അവൻ മടിച്ചിരുന്നപ്പോൾ അയാൾ കത്തി അമർത്തി. ഡ്രൈവർ നിലവിളിച്ചു. ചോര കത്തിയിലൂടെ ഒഴുകി. വണ്ടി വിടടാ, അല്ലേൽ നിന്റെ കഴുത്ത് ഞാൻ അറക്കും. വണ്ടി മുന്നോട്ട് കുതിച്ചു. പറപ്പിച്ചു വിട്ടോ. ആ പോലീസ് ജീപ്പ് പിന്നാലെ എത്തരുത്. അവർ ഓവർടേക്ക് ചെയ്താൽ ഈ കത്തിമുന നിന്റെ കഴുത്തിലൂടെ മറുപുറത്തെത്തും. ബാലൻ പല്ലു ഞെരിച്ചു. ആശാദേവി തരിച്ചിരിക്കുകയായിരുന്നു. കത്തിയെടുക്ക്. നിങ്ങൾ പറയുന്നിടത്ത് ഞാൻ എത്തിക്കാം. പോലീസിന് പിടികൊടുക്കില്ല, ഡ്രൈവർ പറഞ്ഞു. അയാൾ കാർ അതിവേഗത്തിൽ പറപ്പിച്ചു വിട്ടു. ബാലൻ തിരിഞ്ഞു നോക്കുമ്പോൾ പോലീസ് ജീപ്പ് ഗേറ്റ് കടക്കുന്നത് കണ്ടു. തുറന്നു കിടന്നിരുന്ന ഡോർ അയാൾ വലിച്ചടച്ചു. ഈ സമയം ഡ്രൈവർ 3 വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്തിരുന്നു. കൂട്ടുകാർ നിർദ്ദേശിച്ചതനുസരിച്ച് കുറുക്കുവഴികളിലൂടെ കാർ വിട്ടു. പോലീസ് പെട്ടെന്നൊന്നും ആ വഴിക്ക് വരികയില്ലായിരുന്നു. ഒരു ട്രെയിൻ പാഞ്ഞു പോകുന്ന ശബ്ദം കേട്ടു. ഒരു വളവ് തിരിഞ്ഞപ്പോൾ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് കണ്ടു. കാർ അവിടെ നിർത്തി. ബാലൻ കൂട്ടുകാരെ കെട്ടിപ്പിടിച്ചു. നമുക്ക് പിന്നെ കാണാം. വേഗം ചെല്ല്. ഇനി 3 മിനിറ്റേ ഉള്ളൂ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. വാച്ചിൽ നോക്കി ഒരു കൂട്ടുകാരൻ പറഞ്ഞു. ട്രെയിനിന്റെ വിസിൽ കേട്ടു. ബാലൻ ആശയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടി. എവിടേക്കാണെന്ന് ആശയ്ക്കൊരു രൂപവും കിട്ടിയില്ല. പക്ഷേ അയാളുടെ കൈപിടിച്ച് ലോകത്തിന്റെ അങ്ങേയറ്റം വരെ ഓടാൻ അവൾ മനസ്സാ തയ്യാറെടുത്തിരുന്നു. സ്റ്റേഷനിലെത്തിയപ്പോൾ ട്രെയിൻ നീങ്ങിക്കഴിഞ്ഞിരുന്നു. ചാടിക്കയറി. ട്രെയിൻ പാഞ്ഞു പോകുമ്പോൾ അവൾ ജനലിലൂടെ നോക്കി. കൂട്ടുകാർ കാറിനടുത്ത് നിന്ന് കൈവീശുന്നത് കണ്ടു. തങ്ങളെ കണ്ടിട്ടല്ല, തങ്ങളുള്ള ഈ വാഹനത്തിന് ആശ ഓർത്തു. അടുത്ത സ്റ്റേഷനിൽ നിന്നാണ് ടിക്കറ്റ് വാങ്ങിയത്. നമ്മൾ മദ്രാസിൽ നിന്ന് ഹൈദരാബാദിന് പോകും. അവിടെ മേടക്കിൽ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ താമസിക്കും. ഒരാഴ്ച കഴിഞ്ഞ് ഇൻഡോറിലേക്ക്. അവിടെ എനിക്കൊരു ആന്റിയുണ്ട്, എന്റെ ഒരേയൊരു ബന്ധു. അത് കേട്ട് ആശാദേവി അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി. പേടിക്കണ്ട, ഞാനെല്ലാം ആന്റിക്ക് എഴുതിയിട്ടുണ്ട്. ആന്റി മാത്രമാണ് അവിടെ താമസം. കുട്ടികളും ഭർത്താവും ഫ്ലൈറ്റിൽ ആക്സിഡന്റിൽ മരിച്ചുപോയി. അവർക്ക് നമ്മൾ മക്കളായിരിക്കും. പിന്നെയുള്ള നാളുകൾ എവിടെയൊക്കെയോ കറങ്ങി. എക്സാം 2 പേരും ജയിച്ചെന്ന് കൂട്ടുകാർ അറിയിച്ചു. രഹസ്യമായി നാട്ടിലെത്തി. എല്ലാം ഒരു ത്രില്ലായിരുന്നു. തുടർന്ന് പഠിക്കാൻ നിർബന്ധിച്ചത് ബാലേട്ടനാണ്. തന്നെ ഒരു പോലീസ് ഓഫീസറാക്കാൻ എൻട്രൻസ് എഴുതി റാങ്ക് കിട്ടി. പിന്നെ IPS ട്രെയിനിങ്. അപ്പോഴേക്കും ബാലേട്ടൻ പഠിച്ച് ഡോക്ടറായി. തങ്ങളെ ബന്ധിപ്പിക്കുന്ന സ്നേഹത്തിന്റെ സ്വർണ്ണക്കുളത്തുപോലെ ഗീതുമോൾ. അവൾക്ക് 6 വയസ്സായി. ബാലേട്ടന്റെ ആന്റി മരിച്ചപ്പോഴാണ് ഇൻഡോർ വിടണമെന്ന് തോന്നിയത്. ആന്റിയുടെ സ്വത്തുക്കളെല്ലാം തങ്ങൾക്ക്. തനിക്ക് കോളേജിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ ഇനിയൊരിക്കലും ഗിരീഷിനെയും മഹേഷ് ചേട്ടനെയും കാണരുതെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഉമ തങ്ങളെ വീണ്ടും ബന്ധിപ്പിച്ച കുരുക്കായി.
പണ്ടത്തേതിനേക്കാൾ വലിയ ക്രിമിനലുകളായി അവർ തങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുന്നു. അന്നവർ ബാലേട്ടന്റെ അമ്മയെ ചുട്ടുകൊന്നു. ഇപ്പോൾ ഉമയുടെ രഹസ്യം സംരക്ഷിക്കുന്നതിനായി അവരെത്ര കൊലകൾ നടത്തി. ഉമയുടെ അനുജത്തി പ്രേമയെ ഭ്രാന്തിയാക്കിയതെന്തിന്? എന്തിനാണിതൊക്കെ? തനിക്കെതിരെയുള്ള എല്ലാ കരുക്കളും അവർ നീക്കിയിട്ടുണ്ട്. കൊല്ലാൻ കൂടി ശ്രമിച്ചു. മരിക്കുന്നതിനു മുമ്പ് ആ കൊലയുടെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കണം. ഘാതകരെ പിടികൂടണം. അല്ലെങ്കിൽ ഉമയുടെ ആത്മാവ് തന്നെ പരലോകത്തും വേട്ടയാടും. തന്നെ കൊല്ലാൻ വന്ന ഗോപിനാഥിനെ സെല്ലിൽ വെച്ച് കൊന്നവരെ 24 മണിക്കൂറിനുള്ളിൽ പിടിക്കണമെന്നാണ് ഡിവൈഎസ്പി ശേഖറോട് പറഞ്ഞിരിക്കുന്നത്. ശേഖർ അവരെ പിടിച്ചാൽ എല്ലാം നേരെയാകും. ഒരു കൊലയാളി പോലും രക്ഷപ്പെടില്ല. പക്ഷേ അവനെ കിട്ടുമോ? ആശാദേവി ബെഡിൽ കിടന്ന് ആലോചിച്ചു. മമ്മി. മോളുടെ ശബ്ദം കേട്ട ആശ തലതിരിച്ചു നോക്കി. ലൈറ്റ് ഓൺ ചെയ്തു. ഇത് മമ്മിക്ക് വന്ന എഴുത്താ. ഗീതുമോൾ ആ കവർ ആശയുടെ നേരെ നീട്ടി. മോൾ വീഡിയോ ഗെയിം നിർത്തിയോ? വലിയ പ്രയാസമാ മമ്മി. ലൂഗി 2 കോട്ടയ്ക്കപ്പുറത്ത് പോണില്ല. ഭയങ്കര തടസ്സങ്ങളാ. അത് പറഞ്ഞ് ഗീതു പോയി. കത്ത് പൊട്ടിച്ച ആശയുടെ മുഖത്ത് വല്ലാത്തൊരമ്പരപ്പുണ്ടായി. പ്രേമയുടെ കത്ത്. ആശ ഉത്കണ്ഠയോടെ ബെഡിൽ എഴുന്നേറ്റിരുന്നു. പിന്നെ വർദ്ധിച്ച ഉത്കണ്ഠയോടെ വായിക്കാൻ തുടങ്ങി. ആശാദേവിക്ക്. അന്ന് നിന്നോട് ഞാൻ ഉമ പറഞ്ഞ കാര്യങ്ങൾ പറയാൻ ഒരുങ്ങിയതാണ്. പക്ഷേ സാധിച്ചില്ല. ഇപ്പോൾ ഞാൻ ഗിരീഷിന്റെ തടവറയിലാണ്. മഹേഷ് ചേട്ടനും മറ്റുമടങ്ങുന്ന കുറ്റവാളികളുടെ ഒരു സങ്കേതമാണിത്. നീ എന്നെ രക്ഷിക്കാൻ നടത്തിയ ശ്രമത്തിനൊക്കെ നന്ദി. ഉമയെ അവർ കൊന്നത് ഞങ്ങളുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടിയാണ്. ഉമയുടെ പേരിലുള്ള സ്വത്ത് 75 ലക്ഷത്തോളം വരും. വീടും ഭൂസ്വത്തും അച്ഛൻ നൽകിയ ബാങ്ക് ബാലൻസും ഉൾപ്പെടെയാണ്. ബാങ്കിലെ പണമെടുക്കാൻ മഹേഷ് വളരെയേറെ ശ്രമിച്ചിട്ടും ചേച്ചി സമ്മതിച്ചില്ല. എനിക്കോ ചേച്ചിക്കോ അറിയാൻ പാടില്ലാത്ത ഒത്തിരി അനാശാസ്യ പ്രവർത്തനങ്ങൾ അയാൾക്കും കൂട്ടുകാർക്കുമുണ്ട്. ആ ഭ്രാന്തൻ ഡോക്ടറാണ് ചേച്ചിയെ ഭ്രാന്തിയാക്കാമെന്ന ബുദ്ധി പറഞ്ഞു കൊടുത്തത്. അതിനിടെ കള്ളയൊപ്പിട്ട് അവർ ബാങ്കിൽ നിന്ന് 5 ലക്ഷം രൂപ എടുത്തത് ചേച്ചി അറിഞ്ഞു. അത് മദ്യപിക്കാനും സ്ത്രീകൾക്ക് കൊടുക്കാനുമാണ് അവർ ഉപയോഗിച്ചത്. ഒരിക്കൽ അവർ പെണ്ണുങ്ങളുമൊത്ത് കുടിച്ചു മതിക്കുന്നത് കണ്ട ചേച്ചി അവരെ എല്ലാവരെയും തല്ലി. മദ്യപിച്ച് ബോധം മറഞ്ഞ അവർ ചേച്ചിയെ ബലാത്കാരം ചെയ്തു. പിന്നെ ചേച്ചി വീട്ടുതടങ്കലിലായിരുന്നു. ഒരിക്കൽ ഡോക്ടർ ശിവപ്രസാദ് കൊണ്ടുപോയി ഷോക്ക് കൊടുത്തു. സ്വത്തെഴുതി കൊടുത്താൽ വെറുതെ വിടാമെന്ന് മഹേഷ് പറഞ്ഞിട്ടും ചേച്ചി സമ്മതിച്ചില്ല. ചേച്ചി കൊല്ലപ്പെടുന്നതിന്റെ അന്ന് രാത്രിയിൽ പറഞ്ഞതാണ് ഈ കാര്യങ്ങൾ. ബാക്കി ആശയ്ക്കും അറിയാമല്ലോ. കൂടുതലൊന്നും എനിക്കും അറിയില്ല. പക്ഷെ ചേച്ചിയുടെ ഗതി തന്നെയാണ് എനിക്കും. ഞാൻ ആശയ്ക്കൊപ്പമാണെന്ന് അറിയാവുന്ന അവർ ഇനി എന്നെ വെളിച്ചം കാണിക്കുമോ? ഈ കത്ത് ആശയുടെ കയ്യിലെത്തുമോ എന്നെനിക്കറിയില്ല. എന്നോടൽപ്പം സ്നേഹം ഭാവിച്ച വേലക്കാരന്റെ കയ്യിലാണ് കൊടുക്കുന്നത്. അവനിത് പോസ്റ്റ് ചെയ്യാതെ മഹേഷിനെയോ ഗിരീഷിനെയോ ഏൽപ്പിച്ചാൽ എനിക്ക് ലഭിക്കാവുന്ന പ്രതിഫലം എന്തായിരിക്കുമെന്ന് എനിക്ക് തന്നെ ഓർക്കാൻ കഴിയുന്നില്ല. ഇനി നിന്നെ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷ എനിക്കില്ല. ഈ കത്ത് കിട്ടിയാൽ സ്ത്രീകളോടുള്ള പുരുഷന്റെ പൈശാചികമായ പെരുമാറ്റത്തിന് അറുതി വരുത്താൻ ഒരു ചെറുവിരലെങ്കിലും അനക്കാൻ SP ആശാദേവിക്ക് കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈശ്വരൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഞാൻ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ലഭിക്കാതെ പോയ ആയുസ് നിനക്ക് ലഭിക്കട്ടെ. സ്വന്തം പ്രേമ. ആ കത്ത് 1-2 ആവർത്തി ആശാദേവി വായിച്ചു. ആ കത്തെഴുതിയ തടവറയിൽ നിന്ന് പ്രേമയെത്തിയത് ഡോക്ടർ ശിവപ്രസാദിന്റെ ഷോക്ക് ട്രീറ്റ്മെന്റ് ടേബിളിലാണ്. പ്രേമയോടുള്ള താല്പര്യമുള്ള വേലക്കാരൻ ഗിരീഷ് ചോപ്രയുടെ വീട്ടിലുണ്ടെന്ന് ആശയ്ക്ക് മനസ്സിലായി. ഗിരീഷിന്റെ അഡ്രസ് സബ് ഇൻസ്പെക്ടർ ബഷീറിന്റെ കയ്യിലുണ്ട്. ഉടനെ ആശാദേവി എഴുന്നേറ്റ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. ഗുഡ് ഈവനിംഗ് പോലീസ് സ്റ്റേഷൻ. SI ബഷീർ. SP ആണ് ബഷീറെ. ഗിരീഷ് ചോപ്രയുടെ അഡ്രസ് കയ്യിലില്ലേ? ഉണ്ട് സാർ. പോലീസിനെ തയ്യാറാക്കി നിർത്തിക്കോളൂ. ആ വീട്ടിൽ പോകണം. ഞാനിതാ വരുന്നു. യെസ് സാർ. ആശാദേവി ഡ്രസ് ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ഗീതുമോൾ വന്നു. മമ്മി എവിടെ പോവാ? ഡ്യൂട്ടി ഉണ്ട് മോളെ. കള്ളനെ പിടിക്കാനാ? ആശാദേവി ഓഫീസിലെത്തുമ്പോൾ SI പോലീസുകാരുമായി തയ്യാറായിരുന്നു. സമയം രാത്രി 8:30. SI ബഷീറാണ് ജീപ്പ് ഓടിച്ചത്. പോലീസുകാർ മറ്റൊരു ജീപ്പിൽ പിന്നാലെയുണ്ടായിരുന്നു. ജീപ്പ് നഗരത്തിന്റെ തിരക്ക് കുറഞ്ഞ ഭാഗത്തേക്ക് പോയി. ഗിരീഷിനെ പറ്റി എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? SP ചോദിച്ചു. നമ്മുടെ റെക്കോർഡുകളിലില്ല. പണം ധാരാളമുണ്ട്. ക്ലബ്ബുകളിൽ മെമ്പറാണ്. അയാളുടെ വരുമാന മാർഗങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല, ബഷീർ പറഞ്ഞു. നഗരത്തിലെ സമ്പന്നന്മാർ താമസിക്കുന്ന ഭാഗമായിരുന്നു അത്. ജീപ്പുകൾ ഗേറ്റ് കടന്ന് ഒരു വലിയ വീടിന് മുന്നിൽ നിന്നു.
എസ് പിയും എസ് ഐയും ഇറങ്ങി. അകത്ത് രണ്ടാം നിലയിലും വെളിച്ചമുണ്ട്. ഒരിടത്തും അനക്കമില്ല. പെട്ടെന്ന് മുകളിൽ ഒരു കുപ്പി പൊട്ടിയതുപോലെ തോന്നി. ഒരു സ്ത്രീയുടെ നിലവിളി കേട്ടു. ആശാദേവിയും സബ് ഇൻസ്പെക്ടറും മുകളിലത്തെ നിലയിലെ വെളിച്ചം കാണുന്ന ഗ്ലാസ്സിലേക്ക് നോക്കി. ഒരു നിഴൽ അതിൽ പതിയുന്നത് കണ്ടു. അത് ഗ്ലാസിനടുത്തേക്ക് വന്നു. അടുത്ത നിമിഷം അവർ കണ്ടത് ഒരു പെൺകുട്ടി ഗ്ലാസ് തകർത്തുകൊണ്ട് വായുവിലേക്ക് തെറിക്കുന്നതാണ്. കണ്ടു നിന്നവർ ശ്വാസം കഴിക്കാൻ മറന്നുപോയി. ഒരലർച്ചയോടെ അവൾ കറങ്ങി താഴെ സിമന്റ് പോർച്ചിൽ വീണു. അവിടെ ചോരക്കളം. മൈ ഗോഡ്! ആശാദേവി അവിടേക്ക് ഓടിച്ചെന്നു. 15 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു പെൺകുട്ടി. സ്കൂൾ യൂണിഫോമാണ് അവൾ ധരിച്ചിരുന്നത്. അവ മുക്കാലും വലിച്ചു ചീന്തിയതുപോലെയോ കത്തികൊണ്ട് കീറിയ പോലെയോ അവൾ നഗ്നയായിരുന്നു. അമ്മേ! കണ്ണടയുന്നതിന് മുമ്പ് നേർത്ത ഒരു ശബ്ദം ആ കുരുന്ന് പെൺകുട്ടിയിൽ നിന്നുണ്ടായി. തുടരും.